हरे कृष्णा सर्वम कृष्ण अर्पणमस्तु. പ്രഭുപാദ് की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേശൻ की जय. ഗുരുവായൂർ മഞ്ജരീസിന്റെ കൃഷ്ണയാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് നമ്മൾ കൃഷ്ണയാമം ഒന്നും എടുക്കുന്നില്ല അല്ലേ? സായം സന്ധ്യ അമ്പരമാകി ചായം ചാ
എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കീർത്തനം? ഞങ്ങളുടെ ഡാൻസിന്റെ പാട്ട് കൂടിയാണ്. അപ്പൊ ഇന്ന് അത് പ്ലേ ചെയ്യാന്ന് കരുതി. മുതലാളി എത്തിയല്ല. ക്ഷീണമൊക്കെ ഒരുവിധം ഓക്കെ ആയി, മാറി. ക്ഷീണമല്ല, ആ മരുന്നിന്റെ സഡേഷൻ, അത്രയേ ഉള്ളൂ. നല്ല ഡീപ്പ് സ്ലീപ്പ്. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ? മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941. ബസ്സുണ്ടോ? എവിടെ? തൃശ്ശൂരോ? ബസ്സുണ്ടോ അങ്ങോട്ടേക്ക്? ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. രാവിലെ കൊടുത്തുവിടാൻ പറ്റുമോ? അല്ല, ചോദിക്ക്. ബസ് സ്റ്റാൻഡിൽ ബസ്സുണ്ടോ നോക്കി അങ്ങോട്ടേക്ക്. ബസ്സിൽ കൊടുത്തുവിടാൻ മതി. രാവിലെ മതി, ഇപ്പം ഇനി കൊടുത്തുവിടണ്ട. 4-5 മണിക്കൂർ കൊണ്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല. രാവിലെ നേരത്തെ ബസ്സിന് കൊടുത്തുവിടാൻ പറയും. എന്നിട്ട് എത്ര മണിക്ക് അത് അവിടെ എത്തും നോക്കി ആ ബസ്സിന്റെ കണ്ടക്ടർ അല്ലെ ഡ്രൈവർ നമ്പർ വാങ്ങിക്കാൻ പറയും. എന്നിട്ട് ബസ്സിന് കൊടുത്തുവിടാൻ പറയും. മദൻ ഗോപാലിനെ കൊടുത്തുവിടാനാ. ക്ലീനിങ് കഴിഞ്ഞ് പക്ക ഫുൾ കഴുകി തുടച്ചു ക്ലീൻ ആക്കി എടുത്തു. ഒരു സേവനവാരം അതുള്ളതാ. ഭഗവാൻ ഇരിക്കുന്നോണ്ടേ നമുക്ക് ഫുൾ അശുദ്ധിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എത്ര നമുക്ക് അങ്ങോട്ടേക്ക് ചെയ്താലും ഒരു സന്തോഷം കിട്ടാത്ത പോലെയാണ്. പൊട്ടിപ്പോവും. ഒരു പഴയ മുണ്ട് എന്തെങ്കിലും എടുത്തിട്ട് നന്നായി കെട്ടിയിട്ട്, ബബിൾസ് പേപ്പർ ഒന്നുമില്ല അല്ലേ, എന്തെങ്കിലും ഇതിൽ വെച്ച് ടൈറ്റായിട്ട് കെട്ടാതെ കവറിലാക്കിയിട്ട് പൊട്ടാത്ത രീതിയിൽ ബസ്സുകാരോട് സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിടും. പൊട്ടരുത്. സ്പെഷ്യൽ നമ്മൾ ഇന്നലെ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഒരു മദൻ ഗോപാലിനെ കയറ്റിവിടാൻ ഒരു പാട്. അപ്പം മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 9342494941. മഞ്ജരീസ് ഇപ്പോൾ ഒരു പുതിയ ചാപ്റ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ജ്ഞാനമഞ്ജരി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അത് ജ്ഞാനമഞ്ജരി വളരെ നല്ല മികച്ച അറിവുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് എല്ലാം ക്ലാസ് എടുത്ത് പോകാൻ പറ്റില്ല. സഞ്ജൂട്ടൻ ജിമ്മിന് പോയി തൊട്ടപ്പുറത്തെ കുട്ടിയായിട്ട്. അപ്പം എല്ലാം നമുക്ക് ക്ലാസ് എടുത്തിട്ട് പോകാൻ പറ്റില്ല അല്ലേ. അപ്പം കുറച്ച് മികച്ച അറിവുകൾ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മുടെ ജിത്തു വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്ത് പക്കയായിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ല അറിവുകളാണ്, സൂക്ഷിക്കുക. അതുപോലെ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഹരേ കൃഷ്ണ അച്ചാമ്മ. അപ്പം ഷെയർ ചെയ്ത് കൊടുക്കാം. അതെ, നല്ല അറിവുകളാണ്, മികച്ച അറിവുകളാണ്. അത് അറിയാലോ നിങ്ങൾക്ക്. ഓരോ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ഒത്തിരി റെഫറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലതൊക്കെ വരുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം എടുത്ത് ഞാനത് വായിച്ച് അത് കറക്റ്റ് ആണോ എന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്ത് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അത് ജിത്തുവിന് ഇട്ട് കൊടുത്ത് പാവം അത് ജോലി കഴിഞ്ഞ് വന്ന് രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഓക്കെ ചേട്ടൻ്റെ അടുത്ത് നാളെ പോയാൽ മതിട്ടോ ചോദിച്ചു. ചേട്ടൻ പക്ക. അപ്പം എല്ലാം ചെയ്ത് പക്കയാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് അത് എത്തുന്നത്. അപ്പം മാക്സിമം ജ്ഞാനമഞ്ജരി എല്ലാവരും സ്റ്റാറ്റസ് ആയിട്ട് വെക്കണം. ഓക്കെ, ജ്ഞാനമഞ്ജരി എല്ലാവരും സ്റ്റാറ്റസ് ആയിട്ട് വെക്കണം. നിങ്ങളുടെ പേജിൽ പോസ്റ്റ് ചെയ്യണം. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കണം. അതിനു വേണ്ടിയാണ് ഞാനത് പറയുന്നത്. കാരണം അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു 2 seconds നമ്മൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് വായിച്ചു പോകാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ക്ലാസ്സും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അതിവിടെ ഇരുന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും ഞാനത് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യുന്നു. ഞാനത് മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്ത് മാറ്റുന്നു. അക്ഷരതെറ്റുകൾ ചെക്ക് ചെയ്യുന്നു. അതെല്ലാം ചെയ്തതിന് ശേഷം അത് ഡിസൈനിങ്ങിന് വേണ്ടി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അത് ജിത്തുവിൻ്റെ അടുത്ത് എത്തുന്നു. ജിത്തു അത് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നു. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെക്കിംഗ് പോകുന്നു. അത് കഴിഞ്ഞ് അത് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ആ ഒരു സംഭവത്തിന്റെ ബാക്കിലുണ്ട്. നമ്മുടെ മഞ്ജരീസിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അറിയാലോ, പേജിന്റെ എല്ലാം പക്ക അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് അതിന്റെ വാല്യൂ മനസ്സിലാക്കുക. എല്ലാവരും
ഇത് ചെയ്യുക. എന്താണ് സ്റ്റാറ്റസ് ആയിട്ടിടുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിരവധി അറിവുകൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് ജ്ഞാനമഞ്ജരിയിൽ. കഴിഞ്ഞ ദിവസം ഇട്ടത് എനിക്ക് 9 ഇടാതെ ഞാൻ 10ലേക്ക് പോയി. അപ്പോൾ ഇനിയിപ്പോൾ 9 പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 1 മുതലേ ഉള്ളത് എല്ലാവരും ചെയ്യണം കേട്ടോ. ദക്ഷിണയെക്കുറിച്ച് അറിയില്ല, ഇപ്പം അറിയായിരുന്നു. സൂപ്പർ. ഇനി നിങ്ങൾക്ക് നിവേദ്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. സ്ലോയിലും മായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ലോയിൽ വരും, അത് മാറ്റാം, സ്ലോ ആക്കി തരാം. അത് ഇന്ന് മുതൽ ജീത്തു അത് ശ്രദ്ധിക്കുന്നുണ്ട്. സ്ലോ ആക്കി മാറ്റിത്തരാം. ജയേഷ്, സ്ലോ ആക്കി മാറ്റിത്തരാം. പിന്നെ അതൊന്ന് ജ്ഞാനമഞ്ജരി. ഇപ്പോൾ ഈ സൺഡേയും കൂടെ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടില്ല. കാരണം ഒന്നുമല്ല, കുറച്ച് വയ്യായിക ഉള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ സൺഡേ പുതിയ കുട്ടികളെ ഒരുപാട് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അവരെയും കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഗുരുകുലത്തിൻ്റെ എല്ലാം പക്ക കഴിഞ്ഞു. ഇനി പുതിയ അഡ്മിഷൻസ് ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരുന്ന അഡ്മിഷൻസ് മാത്രമേ എടുക്കൂ. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള ക്ലാസ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കില്ല. കാരണം അവർക്ക് ചാപ്റ്റർ വൈസ് ആണ് ഗീത പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഗുരുപരമ്പരയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ഇനി വരുന്ന അഡ്മിഷൻസ് എടുക്കില്ല. ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരുന്ന അഡ്മിഷൻസ് മാത്രമേ എടുക്കൂ. ദിവ്യ മാതാജിനെ കോണ്ടാക്ട് ചെയ്യുക ഗുരുകുലത്തിലേക്ക് കുട്ടികളെ ആഡ് ചെയ്യിക്കണമെങ്കിൽ. പിന്നെ ഒരുപാട് മെസ്സേജസ് വീണ്ടും മഞ്ജരീസിൽ നോക്കാനുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അത് നോക്കാം. പിന്നെ നമ്മുടെ റൂം ബുക്കിംഗ്, അപ്പം എന്താ പറയുക, റൂം ബുക്കിങ്ങിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി മഞ്ജരീസിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. അവിടെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ അന്നദാനം ഒരു 85-90% അന്നദാനം കഴിഞ്ഞു. ഇനി വളരെ കുറച്ചും കൂടിയുള്ളൂ. കൈവിരൽ എണ്ണാവുന്ന അന്നദാനമേ ഇനിയുള്ളൂ. അത് മെസ്സേജ് വന്ന് കിടക്കുന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അല്ലാതെ ഞാൻ നോട്ട് ചെയ്തെടുത്ത അന്നദാനങ്ങളിൽ ഇനി എനിക്കൊരു 15 എണ്ണോ മറ്റേ കൊടുക്കാനുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പം അന്നദാനത്തിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാം. അന്നദാനം കൊടുക്കുന്നതോടുകൂടി ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ചറിയാം. താങ്ക് യു മാതാജി. അപ്പം അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, മാക്സിമം എല്ലാവരും അന്നദാനം ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾക്കെങ്കിലും ഒരു അന്നദാനവും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം, ഞാൻ ലൈവായിട്ട് അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പം അവർ ആ കിട്ടിയ ഫുഡിനെ കുറിച്ചുള്ള റിവ്യൂ തരുന്നത് വളരെ നല്ല ഭക്ഷണമാണെന്നും തൊഴുകയോടുകൂടിയാണ് അവരത് വാങ്ങുന്നത്. കാരണം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ആഷ് പൂഷ് ഭക്ഷണം ഞാൻ കൊടുക്കാറില്ല. ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം തന്നെയാണ് നമ്മളെ വീട്ടിൽ തയ്യാറാക്കി നമ്മളെടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല വെള്ളം കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് രമണ പ്രഭു. ഞാൻ ഇന്ന് കുറച്ച് ബിസി ആയിപ്പോയി, നാളെ വിളിക്കാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ റിവ്യൂവും നിങ്ങൾക്കറിയാം അല്ലേ. ഇനിയിപ്പം ഇപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് എനിക്ക് കിച്ചുവിന് മാലയിടാൻ പറ്റില്ല. ദിവ്യമാതാജി ഇടുന്നുണ്ട്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാൻ കിച്ചുവിന് മാലയിടും. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കിച്ചുവിനുള്ള സമർപ്പണങ്ങൾ പെൻഡിങ് ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഞാനത് തീർത്ത് തരാം. പിന്നെ മഞ്ജരീസിൻ്റെ ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യണം. ഓവറോൾ നിങ്ങൾക്ക് അന്നദാനത്തിൻ്റെ കാര്യങ്ങൾ, ക്ലാസ്സിനെ കുറിച്ചുള്ള ഡൗട്ട്സ്, മറ്റെന്തെങ്കിലും ഓർഡേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ധൃതിക്കുട്ടി നീ പാസ്സാവും, ധൈര്യമായിട്ടിരുന്നോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 എന്ന നമ്പറിലേക്ക് പോസ്റ്റ് ചെയ്യുക വാട്സപ്പ് മെസ്സേജ്. കുറച്ച് നോക്കി വരുന്നു. കുറച്ച് പഴയ മെസ്സേജസ് താഴേക്ക് കിടപ്പുണ്ട്, അതും കൂടി ഞാൻ നോക്കി തീർത്തേക്കാം കേട്ടോ. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നും പറയാനില്ല. വളരെ സന്തോഷം. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ക്ലാസ്സുകൾ മാക്സിമം ലൈവുകൾ ഷെയർ ചെയ്യണം. എത്രത്തോളം ആളുകളിലേക്ക് നമുക്ക് കിട്ടുന്ന അറിവുകൾ എത്തിക്കാൻ പറ്റുമോ അത് നിങ്ങൾ അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കുക. അത് പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ഓപ്പൺലി പറയുകയാണെങ്കിൽ നമ്മുടെ പേജിൻ്റെ റീച്ച് കൂട്ടാനും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. എന്തിനാ ഇല്ലയെന്ന് പറയുന്നത്, പക്ഷേ ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ നമ്മൾ മോണിറ്റൈസേഷൻ ഒന്നും വാങ്ങുന്നില്ല. നിങ്ങൾക്കറിയാവുന്നവർക്ക് ചെക്ക് ചെയ്തൊക്കെ അറിയാൻ പറ്റും. ഒന്നും വാങ്ങുന്നില്ല. എനിക്ക് ഭഗവാന്റെ പ്രചരണം നടത്തിയിട്ടുള്ള പൈസ എനിക്ക് വേണ്ട, അതുകൊണ്ട് അത് വാങ്ങുന്നില്ല. നമ്മളത് കൊടുത്തിട്ടുമില്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരുപാട് പേര് നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ഒരുപാട് വളരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഗിരീഷ് പ്രഭു, ഒത്തിരി ആഗ്രഹമുണ്ട്. ഒരുപാട് പുതിയ മെമ്പേഴ്സ് നമ്മളിലേക്ക് എത്തണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാം, മാക്സിമം ലൈവുകൾ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഒരു പ്രഭുവിൻ്റെ ഒരു കാര്യം
എനിക്കിവിടെ ഇന്നൊരു ലെറ്ററായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ചൊരു ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യാണ്. ദിവ്യ 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 അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന ബെഡില്ലേ, ആ ബെഡിന്റെ മുകളിൽ തലയണയ്ക്ക് സൈഡിലായിട്ട് ഞാനൊരു കത്ത് വെച്ചിട്ടുണ്ട്. കത്ത് ഇന്ന് വൈകുന്നേരം വന്നൊരു കത്ത്. അപ്പോൾ അത് എന്താ പറയാ, ആ കത്ത് ഞാൻ വായിച്ചു. എനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ആ കത്തിലുള്ളത്. കാരണം അത്രയും ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മഞ്ജരീസ് കുടുംബത്തിലെ തന്നെ ഒരു പ്രഭുവിൻ്റെയാണ്. ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും എനിക്ക് അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എത്രയും പെട്ടെന്ന് ബാക്കി അവരുടെ ഡോക്ടറുമായിട്ടുള്ള വെരിഫിക്കേഷനിലൂടെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വേണ്ട സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കൺസേൺ ലെറ്ററൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇത് ഞാനിവിടെ തിരുവല്ല മെഡിക്കൽ മിഷൻ എന്നാണ് ഇതെനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ആധാർ കാർഡ് മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം നാളെ 2 ദിവസത്തിനുള്ളിൽ എൻക്വയറി പോയതിന് ശേഷം ഞാനത് ലൈവിൽ അനൗൺസ് ചെയ്യും. നമ്മളെ കൊണ്ടാവുന്ന സഹായം വളരെ അടിയന്തരമായി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം. ഡിവോഴ്സ് ആയിരിക്കുന്ന മകളും മകളുടെ കുട്ടിയും മാസത്തിൽ 6 7 ഡയാലിസിസ് ചെയ്ത അറ്റാക്ക് ആയിട്ടുള്ള ഒരു പ്രഭു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആയിട്ടുള്ള ഒരു ജീവിത പോരാട്ടമാണ്. മഞ്ജരീസ് എന്നും കഷ്ടപ്പെടുന്നവരുടെ ഒപ്പമാണ്. അപ്പം നമുക്ക് ഒരേ മനസ്സോടുകൂടി നമ്മളാൽ കഴിയുന്നത് കൊടുത്ത് വളരെ അർജൻറ്റായിട്ട് സഹായിക്കേണ്ടതുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാനിതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? റെഡിയാണോ? ഇന്ന് നമ്മൾ എടുക്കുന്നത് മഹാഭാരതമാണ്. കുറേ ദിവസങ്ങളായിട്ട് മഹാഭാരതം കേട്ടിട്ടില്ല. രാവിലെ മുതൽ ഗീത എടുക്കാം. ഇന്നും കൂടി ഗീത പെൻഡിങ് നിൽക്കട്ടെ. രാവിലെ മുതൽ ഗീത എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മഹാഭാരതത്തിൽ കേൾക്കാൻ പോകുന്നത് ഏത് അധ്യായമാണ്? ദിവ്യമാതാജിയുടെ കണ്ണ് വേഗം പോകുന്നു എൻ്റെ മഹാഭാരതം ടെക്സ്റ്റിലേക്ക്. അടുത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പം ഞാൻ വേഗം പൊത്തി വെച്ചു. ഏത് അധ്യായമാണ് എടുത്തുകൊണ്ടിരുന്നത്? മഹാഭാരതത്തിൽ ഏത് അധ്യായമാണ് എടുത്തുകൊണ്ടിരുന്നത്? മഹിളാമണി മാതാജിയുടെ വീടിന്റെ കാര്യം എൻ്റെ ശ്രദ്ധയിലുണ്ട്. കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട. ബേബി മാതാജിയുടെ വീടിന്റെ കാര്യവും ശ്രദ്ധയിലുണ്ട്. നോ നീഡ് ടു വറി. ഉടനടി നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും നമ്മൾ എത്തിച്ചേരാം. മെഡിക്കൽ എക്സ്പെൻസ് ഒന്ന് മീറ്റ് ചെയ്യട്ടെ. ഏത് അധ്യായമാണ്? മഹാഭാരതത്തിൽ ഏത് അധ്യായമാണ്? ഞാൻ പേര് വിളിക്കണോ? പേര് വിളിച്ച ഓടിപ്പോകും. അയ്യോ ഞാൻ കണ്ടില്ല മാതാജി, എന്നെ വിളിച്ചിരുന്നോ? നെറ്റ്വർക്ക് കട്ടായി പോയി മാതാജി. ഷോ ഇവിടെ കറണ്ട് പോയി മാതാജി, വൈഫൈ ഓഫ് ആയി പോയി എന്ന് പറയുന്ന നാളെ എനിക്ക് മെസ്സേജ് വരും. ലാലി ശ്രീനിവാസൻ മാതാജി പറയൂ, ഏത് അധ്യായമാണ്? ദിവ്യ ചിരിക്കുന്നില്ല. ലാലി മാതാജിയെ വിളിച്ച ഉടനെ പറയൂ. രമണൻ പ്രഭു, നമ്മൾ ഏത് അധ്യായമാണ് എടുത്തത്? സ്ഥിരം ക്ലാസ്സിൽ വരുന്നവരെയാണ് ഞാൻ പിടിക്കുന്നത്. ഷോ ഇനി ഞങ്ങൾ വന്നാലും മെസ്സേജ് ഇടാതിരിക്കുകയെന്നല്ലേ. പക്ഷെ എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ DP ഇവിടെ. ദീപചന്ദ്രൻ മാതാജി കുറെ നാളായി മുങ്ങി കിടക്കുന്നു. എവിടെ? മഹാഭാരതം കഥ എടുക്കുമ്പോൾ വരും. ഏത് അധ്യായമാണ്? ബിജി പ്രഭു, ഏത് അധ്യായമാണ് എടുക്കുന്നത്? ഓർമ്മ വരുന്നില്ല. ശങ്കർ നാരായണൻ അച്ഛ. അമർ പ്രഭു, എന്താ ചെയ്യാ? സത്യത്തിൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് ഓർമ്മപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്. കാര്യമായിട്ട് പറയൂ, ഏത് അധ്യായമാണ്? ആര് പറയും നോക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല ചേച്ചി. നോ പ്രോബ്ലം അജിത് പ്രഭു. ഇത് ഇവരൊക്കെ സ്ഥിരം നമ്മുടെ ആൾക്കാരാണ്. നമ്മുടെ മഞ്ജരീസ് കുടുംബത്തിലെ കുസൃതി കുട്ടന്മാരും കുട്ടികളുമാണ്. അമ്മമാരൊക്കെയാണ് കേട്ടോ. പക്ഷെ എന്താ പറയാ നമ്മൾ പറയില്ലേ 7ഉം 70ഉം ഒരുപോലെയാന്ന് പറയില്ലേ, അതേപോലെയാണ്. ഞാനും എന്നും വരാറില്ലെന്ന് സതി മാതാജി. ഗീത ക്ലാസ് രാവിലെ അല്ല, പുറത്തും കോഴിക്കോടുമായിട്ട്. മേഘ മാതാജി, ഞാനിപ്പൊ വരാവേ. എന്തോ ആരോ എന്നെ വിളിച്ചൂന്ന്. ഇല്ല, പറയൂ. മഹാഭാരതം കഥ ഉറപ്പായിട്ടും സുമ മാതാജി മഞ്ജരീസിലെ മെസ്സേജ് ഇട്ടോളൂ. യുദ്ധത്തിന്റെ
യുദ്ധത്തിന്റെ നടുക്കാന്ന് ദിവ്യ മാതാജി പറയാണ്. മഹാഭാരതം 1 മാസമായി ഇല്ലെന്ന്. മഹാഭാരതം കാലങ്ങളായിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്തില്ല, ലോകത്തിലില്ലാത്തതൊന്നും മഹാഭാരതത്തില് എന്താ പറയുക, ലോകത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിലും ഉണ്ട്. അവിടെ മഹാഭാരതം എന്നും ഉണ്ട്. രണ്ടും കൺഫ്യൂഷൻ ആകുന്നു. ഗിരിജ മാതാജി സോറി, ഓർമ്മയിൽ വരുന്നില്ല, ക്ഷമിക്കു വളിയ. രമണൻ പ്രഭു മനസ്സ് വളരാത്ത അമ്മമാരാണ് സത്യം. ദുര്യോധനൻ എന്തോ സംഭവം, ദുര്യോധനൊക്കെ മരിച്ചിട്ട് കാലങ്ങളായി. ആ, ദുര്യോധനന്റെ സംഭവമാണെന്ന്. ദുര്യോധനനൊക്കെ മരിച്ച് സ്വർഗത്തിലെത്തി. പിന്നെ ഇനി ആരുണ്ട്? ശ്രീകുമാരി മാതാജി, സൗന്ദര്യ മാതാജി, ദിവ്യ മാതാജി പറയട്ടെ എന്ന്, സതി മാതാജി. ഇല്ല, ആർക്കും ഓർമ്മയില്ല ഏത് അധ്യായം. ഇനി ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ നാളെ പേജിന്റെ അഡ്മിൻ ആക്കും. അവര് വന്നിരുന്ന് ക്ലാസ് എടുക്കണം. തുമ്പത്തുണ്ടല്ലേ? ആരും പറയുന്നില്ല, ഓർമ്മയും വരുന്നില്ല. ശാന്തി പർവം. രജിത മാതാജി പ്രായമായേന്ന്. എനിക്കും അതെ. ശാന്തി പർവം സാരല്ലേ, പോട്ടെ. ശാന്തി പർവത്തില് നമ്മുടെ ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ ശരശയ്യയിൽ കിടക്കാണ്. ബിന്ദുമ്മേ കേട്ടതുകൊണ്ട് ഇനിയിപ്പം പറയും, ഉറപ്പാ. ഒന്ന് വരാമോ ചോദിക്കാം. കേട്ടതുകൊണ്ട് ഇപ്പം പറയും. കേൾക്കും എന്തെങ്കിലുമൊക്കെ കേട്ടുണ്ടോ? അവിടെ നടപ്പുണ്ട്, ചോദിക്കാം. അതെ, ഞാൻ മഹാഭാരതം കഥ എടുക്കുമ്പോ ബിന്ദുമ്മ കേൾക്കാറുണ്ടോ? ഇങ്ങോട്ട് വാന്നേ. ഞാൻ മഹാഭാരതം കഥ എടുക്കുമ്പോ ബിന്ദുമ്മ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. കഥയൊക്കെ അറിയാം. ഞാനിപ്പോ ഏത് പർവ്വം എടുത്തോണ്ടിരുന്നേ? ഞാൻ പറഞ്ഞില്ലേ കേട്ടെന്ന്. ശാന്തി പർവ്വം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വം ഇല്ല മഹാഭാരതത്തില്. അത് പറയ അത് പറയ ആ അല്ല, പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ കേട്ടല്ലോ അല്ലേ? ശാന്തി പർവ്വത്തിൽ ഏത് മഹാരാജ്? മഹാരാജാവല്ല, ഭീഷ്മ പിതാമഹൻ. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ കേട്ടു ആ പേര്. അല്ല, ഇവിടെ വാഷ് ബേസിന്റെ അടുത്ത് തുണി വിരിച്ചിടുന്നുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയില്ല. ഇതാ അപ്പോ നമ്മുടെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോ ഭീഷ്മ പിതാമഹനോട്, എനിക്ക് ഇച്ചി തരണേ, കുറച്ച് പഞ്ചസാര കുറച്ചിട്ടിട്ട് എന്നോട് പ്രേമം കാണിച്ചോളൂ. അള്ളി അള്ളി കൊട്ടി കൊട്ടി എന്നോട് പ്രേമം കാണിക്കല്ലേ. അയ്യോ, പഞ്ചസാര എനിക്ക് ഇട്ടില്ലേലും കുഴപ്പമില്ല, എനിക്ക് അത്രയും മധുരം തന്ന് എന്നെ സ്നേഹിക്കണ്ട. വല്ലാണ്ട് കാപ്പിയിൽ പഞ്ചസാര ഇട്ട് മധുരം തന്ന് സ്നേഹിക്കുന്നുണ്ട്, വേണ്ട. നോർമലി ചത്തു പോയിക്കോട്ടെ, ഷുഗർ വന്ന് ചത്തു പോണ്ട. അപ്പോ ശത്രു എന്നല്ല, ചത്തു പോണ്ടെന്ന്. ആ ഓക്കെ, എന്നാ ശരി, വേണ്ട. എന്തിന്? അപ്പോ നമ്മുടെ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്നു. ധർമ്മപുത്രർ ഒരുപാട് എന്താ പറയാ സംശയങ്ങൾ തീർക്കാണ് ഭീഷ്മ പിതാമഹനോട്, അല്ലെ? നമ്മുടെ ഭീഷ്മ പിതാമഹൻ നന്നായിട്ട് ധാർമ്മികത 3 ലോകങ്ങളിലും വെച്ചിട്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മഹത് വ്യക്തിത്വമാണ് ഭീഷ്മ പിതാമഹൻ. പറഞ്ഞത് ഓർമ്മയുണ്ടോ നേരത്തെ? അപ്പൊ അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ യുധിഷ്ഠിരൻ, ധർമ്മപുത്രർ ചോദിക്കുകയാണ്. എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് പിതൃപുത്ര സംവാദമാണ്. പിതൃപുത്ര സംവാദം. അതില് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ഭീഷ്മ പിതാമഹനോട്, എപ്പോഴെന്നറിയാതെ മരണം സമീപിച്ചുകൊണ്ടിരിക്കെ എന്തു ചെയ്യുന്നതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്? അതായത് എപ്പോഴെന്നറിയാതെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കെ, നമുക്കൊന്നും അറിയില്ല നമ്മൾ എപ്പം മരിച്ചു പോകുന്നു, അല്ലെ? ആർക്കും അറിയില്ല. ആത്മഹത്യ ചെയ്താൽ മരിച്ചു പോകും മാതാജി എന്ന് ആരെങ്കിലും പറഞ്ഞ് ആത്മഹത്യ ചെയ്താലും മരിക്കാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്. അപ്പോ ആത്മഹത്യയിലൂടെ ലഭിക്കുന്ന മരണം ഒരിക്കലും ഒരു നല്ല മരണവുമല്ല, സമയം എത്തിയിട്ടുള്ള മരണമല്ല. അതിനുശേഷം നമ്മളൊട്ട് ഇവിടുന്ന് പോവില്ല, ഇവിടെ തന്നെ അലഞ്ഞു നടക്കും. ഉപരിലോകങ്ങളിലേക്ക് നമ്മൾ പോണമെങ്കിൽ എന്താണെന്നറിയോ സംഭവം? ഇപ്പോ ഒരു വ്യക്തി, ഭഗവാൻ തീരുമാനിക്കണം ആ വ്യക്തിയുടെ 60-ാമത്തെ വയസ്സിലായിരിക്കും യഥാർത്ഥ മരണം സംഭവിക്കുക എന്ന് തീരുമാനിച്ചു.
പക്ഷെ ആ വ്യക്തിയുടെ 30ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത് ആ വ്യക്തിയുടെ ബോഡി കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ ആത്മാവ് ഇറങ്ങി പുറത്തു നിൽക്കും. ആ ബോഡി നോക്കും, ചുറ്റുമുള്ളവരെയൊക്കെ നോക്കും. എന്നാൽ ഈ വ്യക്തിക്ക് ഇവരാരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഈ വ്യക്തി ഒരു വെപ്രാളത്തിന്, ഒരു ദേഷ്യത്തിന് ആത്മഹത്യ ചെയ്യാണ്. എന്നിട്ട് പിന്നെ വിളിക്കുകയാണ്, അമ്മേ, അച്ഛ, ചേച്ചി. നമ്മളൊരു ദേഷ്യത്തിന് ആരോടെങ്കിലും വഴക്കിടും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതങ്ങോട്ടേക്ക് മറക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പുറത്ത് നമ്മൾ കോംപ്രമൈസ് ആവും. പക്ഷെ നമുക്ക് ശരീരമുള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലോ ശരീരമില്ല. നമ്മളോട് പ്രിയപ്പെട്ടവർ കരയാൻ തുടങ്ങുമ്പോൾ നമുക്ക് വിഷമവും, അയ്യോ അവരത്രയും കരയുന്നു, അവരത്രയും വേദനിക്കുന്നു, ഞാൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ മരിച്ചു കിടന്നത് കാരണം ഇവർക്ക് ഇത്രയും സങ്കടമായി എന്ന് അവർക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ തോന്നുന്ന സമയത്ത് ഇവർ അവരോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇന്ദ്രിയങ്ങളില്ലാത്തതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇവരെ ഒട്ട് കാണാനും പറ്റില്ല. ഭാര്യ എന്നെ, ചേട്ടാ ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു, അതിന് ചേട്ടൻ ഇങ്ങനെ ചെയ്യണോ, എന്റെ 2 മക്കളെ ഇട്ടിട്ട് ചേട്ടൻ പോയില്ലേ, എന്ത് തെറ്റാ ചേട്ടാ ഞാൻ ചെയ്തത് എന്നും പറഞ്ഞ് അലമുറ ഇടുമ്പോൾ ഈ ഭർത്താവിന്റെ മനസ്സങ്ങലി. ഈ ആത്മാവിന് ഒരു കാരണവശാലും ഇവരോട് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വെപ്രാളമുണ്ട്, ഞാൻ എന്തിനിത് ചെയ്തു, ഒരു സെക്കൻഡ് ഞാൻ ക്ഷമിച്ചിരുന്നെങ്കിൽ ഇവർക്കൊക്കെ എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നു, പറഞ്ഞു തീർക്കേണ്ട വിഷയമായിരുന്നല്ലോ എന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങും. മനസ്സിലായില്ലേ? ഇതാണ് ആത്മഹത്യയുടെ പ്രശ്നം. അങ്ങനെ ആ ഒരു വ്യക്തി എന്നാ ചെപ്പാ, ആന്റി 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 മനുഷ്യരൊക്കെ அப்பா வந்திருக்காங்க, இதோ அப்பா வந்துட்டாங்க. അപ്പോ എല്ലാരും അപ്പുറത്തെ പറഞ്ഞ വീട്ടിലാണ്. അപ്പൊ എന്താവുന്ന ഓർത്തു കഴിഞ്ഞാല് ഇങ്ങനെ ആകെപ്പാടെ ഒരു വെപ്രാളം വരും അല്ലെ. അപ്പൊ ഈ മരിച്ച വ്യക്തി 30ാമത്തെ വയസ്സിലാണ് സൂയിസൈഡ് ചെയ്യുന്നതെങ്കിൽ 60 വയസ്സ് ആ വ്യക്തിക്ക് ആവുന്നത് വരെ ഈ ആത്മാവ് ഇവിടെ ഇങ്ങനെ അലയും. പോകാൻ കഴിയില്ല അവർക്ക്, വേറെ ലോകങ്ങളിലേക്ക് എങ്ങും പോകാൻ പറ്റില്ല. ഭഗവാന്റെ അടുത്തും പോകാൻ എവിടെയും പോകാൻ പറ്റില്ല. എല്ലാ വേദനകളും സഹിച്ച്, എല്ലാ അവസ്ഥകളും തരണം ചെയ്ത്, അവരുടെ മക്കൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, അവരുടെ ഭാര്യ ചിലപ്പോൾ അടുത്ത കല്യാണം കഴിച്ചു പോകുമ്പോൾ അതിന്റെ ദുഃഖം, അല്ലെങ്കിൽ അവരുടെ അമ്മ അനുഭവിക്കുന്ന നരകങ്ങളും, അപ്പൊ ആ അമ്മ ഇങ്ങനെ വിളിച്ചു കരയും, മോനെ നീ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഇത്ര സഹിക്കണമായിരുന്നോടാ, നീ എന്നെ ഇട്ടേച്ചും പോയില്ലടാന്നും പറഞ്ഞിട്ട് ആ അമ്മ കരയുന്ന ദുഃഖം. അങ്ങനെ 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 എന്തെല്ലാം കാണാനും കേൾക്കാനും പാടില്ല, എല്ലാം കേട്ട് ദുഃഖിച്ച് നരകിച്ചു വേദനിച്ചിട്ട് ഈശ്വരൻ തന്ന ഈ ഒരു ശരീരം നശിപ്പിച്ചതിനുള്ള പ്രായശ്ചിത്തമായിട്ട് വീണ്ടും ജനിക്കും. എന്നിട്ട് ഈ അനുഭവിച്ച ദുഃഖത്തിന്റെ ഒക്കെ ഇരട്ടി അങ്ങോട്ട് വീണ്ടും അനുഭവിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ഭഗവാൻ നമ്മൾക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പോയാൽ മതി. ഇനി ദുർമരണം, നമ്മൾ കരുതി കൂട്ടി ചെയ്യാത്ത മരണങ്ങളാണെങ്കിൽ പിന്നെ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. അത് ഭഗവാൻ നിശ്ചയിച്ചത് തന്നെയാണ്. ദുർമരണം അതിങ്ങനെ മരിക്കൂ എന്ന് ഭഗവാൻ തന്നെ നിശ്ചയിച്ചതാണ്. നമ്മുടെ വൃന്ദാവനത്തിലാണെന്ന് തോന്നും നന്നായിട്ട് ഹൈന്ദ്രം പ്രഭു എന്ന് പറയുന്ന ഒരു പ്രഭു, പേരെനിക്ക് അത്ര വ്യക്തമല്ല, നല്ല ഭക്തൻ, ബ്രഹ്മചാരിയാണ്. ഗ്യാസ് പൊട്ടിത്തെറിച്ചാ മരിച്ചത്. ഭഗവാന്റെ നാമങ്ങൾ ഒരുപാട് 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 ഐന്ദ്രൻ പ്രഭു ആണെന്ന് തോന്നുന്നുണ്ട്, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. വളരെ മനോഹരമായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ഓരോ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം പല 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 ശ്ലോകങ്ങളിൽ പല രീതിയിൽ ജപിക്കുന്ന പാടുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം ഗ്യാസ് പൊട്ടിത്തെറിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം മരിച്ചു പോകുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതൊക്കെ ഭഗവാൻ ഓൾറെഡി ഇരിക്കമ്മ അപ്പൊ അതൊക്കെ അങ്ങനെ ആയിപ്പോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. ഇരിക്കമ്മ, സാമ്പാർ വേണോ? ദോശയ്ക്ക് അപ്പൊ സാമ്പാർ, ദോശ സാമ്പാർ പോതും. അപ്പൊ ഇന്നേക്ക് നൈറ്റത്തേക്ക് ഓക്കെ, ദോശ സാമ്പാർ പോതും. എനിക്ക് ചപ്പാത്തി വേണ്ട, ദോശ എടുക്ക. അപ്പൊ അത് കാരണം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒന്നിനും പരിഹാരമല്ല എന്ന് വെച്ചാൽ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തോ ഡബിൾ ആയിട്ട് നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതം എത്ര മടുത്താലും ജീവിച്ചു തീർക്കുക. ആ അനുഭവിക്കുന്നതെല്ലാം കർമ്മ ദുരിതങ്ങളാണെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ ജന്മം ചെയ്തു പോയ തെറ്റുകളുടെ ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നല്ല ബോധത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തോടെ ജീവിക്കുക. അതാണ് വേണ്ടത്.
ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മഹാപാപമാണ്. ഭഗവാനെ ജപിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്ന ഒരു വ്യക്തികളും ആത്മഹത്യ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ ചോദിക്കുന്നു, അപ്പോ നമ്മുടെ മരണം എപ്പോഴാ വരികയെന്ന് നമുക്ക് അറിഞ്ഞൂടാ അല്ലെ? അങ്ങനെ ഇരിക്കെ മരണം നമ്മളെ ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു സന്തത സഹചാരിയായിട്ട് മരണം ഉണ്ട്. അങ്ങനെ മരണം നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ ഈ ജീവിതത്തിൽ എന്ത് ചെയ്താലാണ് ശ്രേയസ് ലഭിക്കുക? നല്ല ചോദ്യമാണ് ധർമ്മപുത്രരുടെ, അല്ലെ? അതെ, വിധി അനുഭവിച്ചു തീർക്കണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ജീവിതത്തില്? യെസ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഭീരു എത്ര പ്രാവശ്യം മരിക്കും? പല പ്രാവശ്യം മരിക്കും. ധീരൻ ഒരൊറ്റ പ്രാവശ്യം മരിക്കും. അത് ഭഗവാൻ നിശ്ചയിച്ച മരണമാണ്. നമ്മൾ ചിന്തിക്കാത്തതെല്ലാം വരും നമ്മുടെ ലൈഫിൽ, പലതും വരും. ധൈര്യമായിട്ട് ചങ്കൂറ്റത്തോടെ നമ്മൾ പോരടിക്കണം, ജീവിതത്തോടെ നമ്മൾ പോരാടണം. ഓക്കെ, അപ്പൊ പിതാമഹൻ പണ്ട് ഒരു അച്ഛനും മകനുമായിട്ടുള്ള ഒരു സംസാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവിന്. സ്വാധ്യായപരമായ ഒരു ബ്രാഹ്മണനാണ്, ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം സ്വാധ്യായപരനായ ഒരു ബ്രാഹ്മണൻ, ബുദ്ധിമാനായ മേധാവി എന്നു പേരായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. അതായത് ഒന്നും ആഗ്രഹിക്കാതെ ധാർമ്മികതയിൽ മാത്രം ജീവിക്കണമെന്ന് ചിന്തിച്ച ഒരു ബ്രാഹ്മണന് ബുദ്ധിമാനായ മേധാവി എന്ന് പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. മകന്റെ പേരെന്താണ്? മേധാവി. നല്ല ബുദ്ധിയുള്ള ഒരു മോനാണ്. അപ്പൊ ആ കുട്ടി ഒരിക്കൽ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, മനുഷ്യരുടെ ജീവിതമൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഈ മനുഷ്യൻ എന്താണ് അച്ഛാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്? അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കാണ്, വർണ്ണാശ്രമ ധർമ്മങ്ങളെ ശരിക്കും അനുഷ്ഠിക്കണമെന്ന്. മോനെ, നമുക്ക് 4 വർണ്ണാശ്രമ ധർമ്മങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും അനുഷ്ഠിച്ചിട്ട് വേണം മോനെ ഒരു മനുഷ്യൻ ജീവിക്കാൻ. പക്ഷെ ഇത് കേട്ടപ്പോഴും മകൻ അത്രയ്ക്കൊരു സന്തോഷമൊന്നും തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് മോൻ അച്ഛനോട് പറയാണ്, എന്താ പറയുന്നത്? അച്ഛാ, മരണം എപ്പോഴാണ് വരുന്നത് എന്നറിയാതിരിക്കുമ്പോൾ, ഈ മരണം എന്ന് പറയണത് എപ്പോ വരും എന്ന് എനിക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോ വർണ്ണാശ്രമ ധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളൊക്കെ എപ്പോഴാ അച്ഛാ അനുഷ്ഠിക്കാൻ സമയം കിട്ടുക? ഓരോ രാത്രി കഴിയുമ്പോഴും നമുക്ക് ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കല്ലേ അച്ഛാ? അതാലോചിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് അച്ഛാ സുഖം ഉണ്ടാവുക? ഇന്ന് രാത്രി കഴിഞ്ഞ് ഇന്ന് രാത്രി കഴിഞ്ഞു, നാളെ രാത്രി കഴിഞ്ഞാൽ നാളെ രാത്രി കഴിഞ്ഞു, മറ്റന്നാൾ രാത്രി കഴിഞ്ഞാൽ മറ്റന്നാൾ രാത്രി കഴിഞ്ഞു. ഓരോ രാത്രി കഴിയുമ്പോഴും എന്താണ്? മനുഷ്യന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരൊറ്റ കാര്യം ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ മതി അച്ഛാ, ആ വ്യക്തിക്ക് ഒരു മനസമാധാനവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ധാർമ്മിക കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം അല്ലെ? നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞോ ഇല്ലയെന്നൊന്നും മരണം ചിന്തിക്കില്ല. ജീവിച്ചുകൊണ്ടിരിക്കെ മരണം അങ്ങ് പിടിച്ചുകൊണ്ട് പോകും. ഈ വ്യക്തിക്ക് ഇനി മകളെ കല്യാണം കഴിപ്പിക്കാനുണ്ട്, അച്ഛനും അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്. ഇതൊന്നും മരണം ചിന്തിക്കില്ല. മരണം ആ വ്യക്തിയെയും കൂട്ടി ഒരു പോക്ക് അങ്ങ് പോകും അല്ലെ? അതുകൊണ്ട് ശ്രേയസ്കരമായിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് എളുപ്പം ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യണം. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ശ്വകാര്യമധ്യാ കുർവീധ പൂർവാഹനേ ചാപരാഹ്നികം നഹി പ്രതീക്ഷതേ മൃത്യു കൃതം മസ്യാനാവാകൃതം എന്നാ പറയുന്നത്. നാളെ ചെയ്യേണ്ടത് ഇന്നു തന്നെ ചെയ്യണം. നാളെ ഒരു കാര്യം ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. ഉച്ചയ്ക്ക് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ തന്നെ ചെയ്തു തീർക്കണം. ചെയ്തതും ചെയ്യാത്തതുമായിരിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും മരണം ചിന്തിക്കില്ല. അവൻ അത് ചെയ്യണം, അവൻ ഇത് ചെയ്യാനുണ്ട്, ഇതൊന്നും മരണത്തിന്റെ കാര്യമില്ല. മരണം അതൊന്നും ചിന്തിക്കില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്തു തീർത്ത് വെച്ചേ പറ്റൂ. മരണം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് സമയം കാലവും നോക്കി നേരം കളയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കുക. അതാണ് വേണ്ടത്. മരണം എപ്പോ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഭാര്യ പുത്രാദികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് സ്വത്ത് മാത്രം സമ്പാദിച്ച് വെച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ജീവിതം അതൊരു വട്ടപൂജ്യമാണ്. പലതരം ആകാശക്കോട്ടകൾ കെട്ടിക്കൊണ്ടാണ് ഓരോ മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു മുന്നറിയിപ്പും കൂടാതെ, അതായത് യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ മരണം എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവാണ്. നല്ല രീതിയിൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും.
ശരി, നമുക്ക് നാളെ പോയിട്ട് നമ്മുടെ വീടിന്റെ അത് ചെയ്യാം ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാം കെട്ടി ഒതുക്കി വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ മരണം വന്നു കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അച്ഛൻ്റെ ഒരു അനിയൻ മകന്റെ കല്യാണമൊക്കെ നിശ്ചയിച്ച് കല്യാണക്കുറിയൊക്കെ അടിച്ച് അതിൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചു. രഘു എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് 1000 2000 കത്തൊക്കെ അടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഏട്ടാ കത്തൊക്കെ കിട്ടി, ഏട്ടൻ വാ ആ കത്ത് നമുക്കൊന്ന് പൊട്ടിച്ചൊന്ന് നോക്കാം. അവർ സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്, ഏട്ടൻ്റെ കൈ കൊണ്ട് ആദ്യം പൊട്ടിക്കുക. അവരങ്ങനെയാണ് ഏട്ടനിയന്മാർ. അങ്ങനെ അച്ഛനും ഞങ്ങളും ഒക്കെ ചെന്ന് കത്തൊക്കെ പൊട്ടിച്ച് വായിച്ച്, നല്ലതാടാ നമുക്ക് ഇത്രയും കത്തുണ്ടല്ലോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല ഏട്ടാ, എല്ലാം ഇത് തന്നെ, ശരി ആയിക്കോട്ടെ, എന്നാ കത്തൊക്കെ നമുക്ക് പാക്ക് ആക്കാന്ന് പറഞ്ഞ് കവറിലേക്ക് കത്തൊക്കെ ഇട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് മണ്ണൊക്കെ അടിച്ച് വീട്ടിന്റെ മുമ്പിൽ മതിലൊക്കെ കെട്ടാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ച്, പിന്നെ അടുത്ത ഒരു 4-5 ദിവസം കഴിഞ്ഞ് നല്ലൊരു സമയം നോക്കി കൊടുത്തു തുടങ്ങാം. അല്ലേട്ടാ, അതാ നല്ലത് രഘു, എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നിരുന്നപ്പോഴേക്കും കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈകിട്ടാകുമ്പോഴേക്കും ആള് മരിച്ചു. പിന്നീട് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച കത്തുകളിലെല്ലാം ആ രഘു എന്നുള്ള പേരിന്റെ മുമ്പിൽ ലേറ്റ് എന്ന് എഴുതി ചേർക്കേണ്ടി വന്നു. ആലോചിച്ച് നോക്കാം, ഇത്രയുള്ള ഒരു മനുഷ്യന്റെ കാര്യം. അദ്ദേഹം കത്ത് വായിച്ച് കൺഫേം ചെയ്തതിൽ തിരുത്തൊന്നുമില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഞങ്ങൾക്കതിൽ തിരുത്ത് എഴുതേണ്ടി വന്നു പെന്നുകൊണ്ട്. ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന കാര്യങ്ങളല്ല എന്തെന്ന്, ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ഞാനൊട്ട് ആ കല്യാണത്തിനും പോയില്ല, അതാണ് അവസ്ഥ. ഞാനൊട്ട് ആ കല്യാണത്തിനും പോയില്ല, പാപ്പനും മരിച്ചിട്ട് ഞാൻ പോയില്ല. നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും, ഞാൻ ഗുരുവായൂരുണ്ടാവുന്ന സമയത്തായിരുന്നു, ഞാൻ പോയില്ല. കാരണം എന്താ, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായി പോയി അത്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ. അദ്ദേഹം മരിച്ചെന്ന് കരുതിയിട്ട് അവരുടെ മോന് ലീവില്ല, അത് കാരണം ഗൾഫിലേക്ക് തിരിച്ചു പോകണം, ചെറിയ തോതിലെങ്കിൽ ചെറിയ തോതിൽ കല്യാണം നടത്തി. ആ കല്യാണം മാറ്റി വെക്കാനും നിന്നില്ല. അങ്ങനെ പല 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 കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ നടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? അന്ന് ആ കല്യാണത്തിന് കൂടി എല്ലാവരും ഒരു നിശബ്ദതയിൽ അങ്ങനെ കഴിഞ്ഞുപോയി. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ കല്യാണ വീട് എത്ര സ്വർഗമായിരുന്നു. ആരുടെ മുഖത്തും ഒരു പുഞ്ചിരിയില്ല, ആരും മുല്ലപ്പൂ വെക്കുന്നില്ല, പുതിയതായിട്ട് എടുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. വല്ലാത്ത അവസ്ഥയായിരുന്നു അത്. ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിൽ. നമ്മളെ ജീവിതത്തിലേക്ക് തന്നെ നോക്കണം. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്ന് നോക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ? മാത്രമല്ല, മരണം നമ്മളെ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ 1 മിനിറ്റ് നിൽക്കണേ, ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം എന്ന് ആർക്കും പറയാൻ കഴിയില്ല. നാളെ എൻ്റെ മകന്റെ കല്യാണമാണ്, മകളെ കല്യാണമാണ്, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ടെന്ന് ഒരാൾക്കും ഒരിക്കലും പറയാൻ കഴിയില്ല. ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പേ മരണം നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാവും. മരണത്തോട് എതിർക്കാൻ ആർക്കും സാധിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ശരിക്ക് അനുഷ്ഠിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അധാർമികത നമ്മൾ ചെയ്യാതിരിക്കുക. എന്താണോ ധർമ്മം അത് നമ്മൾ ചെയ്യുക. അപ്പോ അങ്ങനെ നമ്മൾ അനുഷ്ഠിക്കണം. ഓക്കെ? സത്യധർമ്മങ്ങളും ജ്ഞാനവും ത്യാഗവും ഒരുവനെ സുഖസമൃദ്ധിയായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. സത്യധർമ്മങ്ങൾ, അറിവ്, ത്യാഗം, ക്ഷമ, ഇതെല്ലാം ഒരു വ്യക്തിയെ സുഖമായ ജീവിതത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിഷയാസക്തി സുഖത്തിലേക്കും ദുഃഖത്തിലേക്കും ഒരുപോലെ നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിഷയാസക്തി സുഖത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കുന്നത്? ഒരു കാര്യത്തിന്റെ മേളിൽ നമുക്ക് ഒരുപാട് ആസക്തി വന്നു കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമം നടത്തും. അങ്ങനെ നടത്തി അതിൽ നിന്ന് ഓരോന്ന് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷം വരും. പിന്നീട് അത് ദുഃഖത്തിലേക്ക് വഴിമാറും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഒരിക്കലും വിഷയാസക്തി, ഒരു വിഷയത്തിൽ നമ്മളുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ നടന്നു പോട്ടെന്നേ. നമ്മളായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ സമയമില്ലാ സമയത്ത് ഓടണ്ട. അതിനുവേണ്ടി ഒരു ബഹളത്തിനും പോണ്ട, ആരോടും ഒരാളോടും വഴക്കിനും പോണ്ട. ആരെന്ത് ചെയ്താലും മുഖം തിരിച്ച് നടന്നു പോവാ. ദുഃഖമാണെങ്കിൽ അതിൽ തന്നെ ദുഃഖിച്ചിരിക്കണ്ട. മനസ്സിലാവുന്നുണ്ട്? നമ്മൾക്ക് കിട്ടേണ്ടത് ഈശ്വരൻ നമുക്ക് തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും തരും. നമ്മൾക്ക് കിട്ടണ്ട എന്ന് കരുതുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടേയില്ല. ആലോചിച്ച് നോക്കണം. നാസ്തി വിദ്യാസമം
ചക്ഷുർ നാസ്തി സത്യസമം തപ, നാസ്തി രാഗസമം ദുഃഖം, നാസ്തി ത്യാഗസമം സുഖം എന്നാണ് പറയുന്നത്. അമൃതം ചൈവ മൃത്യുശ്ച ദ്വയം ദേവാ പ്രതിഷ്ഠിതം, മൃത്യുമാപത്യതേ മോഹാത് ജ്ഞാനേന പത്യതേ മൃത്യു. എന്ന് വെച്ചാൽ ഈ ദേഹത്തിൽ തന്നെ, നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? മരണവുമുണ്ട്, അതുപോലെ എന്തുണ്ട്? അമൃതവുമുണ്ട്. നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ മരണവുമുണ്ട്, അമൃതമുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അമൃതം ചൈവ മൃത്യുച്ച ദ്വയം ദേഹ പ്രതിഷ്ഠിതം. മോഹം കൊണ്ട് അജ്ഞാനം കൊണ്ട് മൃത്യുവും, ജ്ഞാനം കൊണ്ട് അമൃതവും നമുക്ക് ലഭിക്കുന്നു. മോഹം കൊണ്ട് അജ്ഞാനം കൊണ്ട്, അതായത് നമുക്ക് ചില കാര്യങ്ങളോടുള്ള മോഹം, സാരല്ല, ചില കാര്യങ്ങളോടുള്ള മോഹം, അമിതമായിരിക്കുന്ന ആഗ്രഹങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടും നമുക്ക് എന്താ ലഭിക്കുക? മൃത്യുവാണ് ലഭിക്കുക. പിന്നെന്താ ലഭിക്കുന്നത്? ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് എന്താണ്? അമൃതാണ് ലഭിക്കുന്നത്. ഈ അമൃതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ മോഹം കൊണ്ട് നമ്മൾ കെട്ടിയുണ്ടാക്കുന്നതൊന്നും നമ്മൾക്ക് നന്മ നൽകില്ല. അതെല്ലാം തകർന്നടിഞ്ഞ് ഒരു ദിവസം അത് ദുഃഖത്തിന് കാരണമായി മാറും. എന്തും നമ്മൾ അമിതമായ ജീവിതത്തിൽ ആഗ്രഹിച്ചോ അത് ദുഃഖം തന്നെയാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന ഒരു സുഖവും സമാധാനവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. അതെന്തായാലും, ബന്ധങ്ങളായാൽ പോലും അങ്ങനെയാണ്. അതുകൊണ്ട് മോക്ഷേച്ഛുക്കളായിരിക്കുന്ന ജനങ്ങൾ ജ്ഞാനം നേടുന്നു. മോക്ഷം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എന്താ നേടുന്നത്? ജ്ഞാനമാണ് നേടുന്നത്. ആ ജ്ഞാനമാണ് അമൃതം എന്ന് പറയുന്നത്. അല്ലാത്തവരെന്താണ്? കുഴപ്പമില്ല. അല്ലാത്തവരെന്താ എന്താ നേടുന്നത്? ദുഃഖമാണ് മനസ്സിലായില്ലേ? മരണം വരുമ്പോൾ ഒത്താത്ത ഒന്നും നമ്മുടെ സുഹൃത്തുക്കളല്ല. നമുക്ക് മരണം അടുക്കുമ്പോൾ നമ്മളെ എന്താ സഹായിക്കുക? നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാർ വന്ന് സഹായിക്കുമോ? അയ്യോ ഇപ്പൊ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ മരണത്തിനോട് അവര് വാഗ്വാദങ്ങൾ നടത്തുമോ? എന്തെങ്കിലും മരണത്തെ തടുത്തു നിർത്താനുള്ള എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ലഭിക്കുമോ? എത്ര വലിയ പ്രഗത്ഭനായ ഡോക്ടറാണെങ്കിൽ എന്താ പറയാ? ഒന്നും പറയാനായിട്ടില്ല, 24 മണിക്കൂർ കഴിഞ്ഞിട്ട്. അദ്ദേഹത്തിന് പോലും ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. പേരും പ്രശസ്തിയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചാലും അവരെന്താ പറയാ? ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ബാക്കി പടച്ചോൻ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഈശ്വരന്റെ കയ്യിലല്ലേ, കർത്താവിന്റെ കയ്യിലല്ലേ, ഉടയതമ്പുരാന്റെ കയ്യിലല്ലേ. ഇതാണ് അവർ പറയുന്നത്. പ്രാർത്ഥിക്കൂ, ഇതാണ് പറയുന്നത്. അപ്പോ അൾട്ടിമേറ്റ് അവിടെ ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ തിരസ്കരിച്ച് ജീവിക്കുന്ന നിരീശ്വരവാദി പോലും മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു നിമിഷം ഈശ്വരനെ സ്മരിച്ചു പോകുന്നുണ്ട്. അത്രയും കാലം എന്തൊക്കെ കാര്യത്തിന്റെ പിന്നാലെ ഓടിയോ, ആഗ്രഹിച്ച് മോഹിച്ച് സ്വന്തമാക്കിയ വീട് നമുക്ക് ആ സമയത്ത് ഒരു തുണയായി വരുമോ? ഇല്ല. ചിലപ്പോൾ ആശുപത്രി ICUലായിരിക്കും നമ്മൾ കിടക്കുന്നത്, ആ വീട്ടിൽ പോലും ആയിരിക്കില്ല. ചിന്തിച്ചു നോക്കണം. ഇനി എല്ലാം പോട്ടെ, ആഗ്രഹിച്ച് മോഹിച്ച വണ്ടിയിൽ കിടന്ന് മരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഒന്നും മോഹിച്ച് നേടിയതൊന്നും കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് നേടുന്നതെല്ലാം തന്നെ ദുഃഖമാണ്. അത് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, കിട്ടിയില്ലേ വേണ്ട, അങ്ങനെ ചിന്തിച്ചു വിടണം. ഒന്നിന്റെ പിന്നാലെയും നമ്മൾ പരക്കം പാഞ്ഞ് നടക്കരുത്. അതുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു നേട്ടവും നമുക്കില്ല, ഒന്നും നമുക്ക് നന്മ തരില്ല. നമുക്ക് നൽകുന്നത് എന്താണ്? ഒരു എന്താ പറയുക, ഒരു ശാന്തിയും സമാധാനവും നൽകുന്ന ജപം മാത്രമാണ്. എന്നാൽ ICUവിന്റെ അകത്ത് കിടന്നാലും നമുക്ക് ജപിക്കാം, ഈശ്വരനെ കാണാം, വിളിക്കാം. അവിടെ നമുക്ക് സ്വർഗമാക്കി മാറ്റാം. മനസ്സിലാവുന്നു? അപ്പോ മരണം വരുമ്പോൾ സഹായിക്കാത്തത് ഒന്നും നമുക്ക് സുഹൃത്തുക്കളല്ല. മരണം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ജപം മാത്രമാണ്. മറ്റൊന്നും നമുക്ക് സുഹൃത്തുക്കളല്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും ചിലപ്പോൾ ICUവിന്റെ അകത്ത് കയറ്റത്തില്ല, അല്ലേ? ഭാര്യ, പുത്രാദികളോ ധനമോ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ അവസാന നിമിഷത്തിൽ നമ്മളെ സഹായിക്കില്ല. ഭർത്താവും ഭാര്യയും പുത്രനും പുത്രിയും ധനവും സമൃദ്ധിയും ഒന്നും നമ്മളെ സഹായിക്കില്ല. ഇതെല്ലാം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുത്ത് നല്ല പണമുള്ള ഒരു വ്യക്തി വലിയ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തിയാലും ഡോക്ടേഴ്സ് എന്താ പറയാ? നിങ്ങൾ ഇനി അമേരിക്കയെ കൊണ്ടുപോയാലും അത് ഈശ്വരൻ വിചാരിക്കണം, ഞങ്ങളെ കൊണ്ട് ഇത്രയേ പറ്റൂ, മെഡിക്കൽ എത്തിക്സിന് ഇത്രയേ ഉള്ളൂ എന്നാ പറയാ. അപ്പൊ എല്ലാത്തിനും പരിധികളുണ്ട്. അൾട്ടിമേറ്റ് ഈശ്വര നാമത്തിന് നമ്മളെ രക്ഷിക്കാൻ സാധിക്കും, ഒരു സംശയവുമില്ല. അപ്പോ
നമ്മളെ മരണം മുഖാമുഖം കാണുന്ന സമയത്ത്, ആപത്ത് വരുന്ന സമയത്ത് രക്ഷിക്കാൻ സാധിക്കുന്നത് ഏക കാര്യം ഈശ്വരനാമമാണ്. ആ ഈശ്വരനാമത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അത് ഏത് മതമായാലും ശരി, മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ഏത് മതമായാലും ശരി, ആ ഈശ്വരനാമത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അവയിൽ ഭ്രമിച്ചിട്ട് ജീവിതം വ്യർത്ഥമാക്കാതെ ഹൃദയഗുഹയിൽ ഇരിക്കുന്ന ആത്മാവിനെ അന്വേഷിക്കുകയാണ് വേണ്ടത്. ഈ സുഖസൗകര്യങ്ങളിലൊക്കെ ഭ്രമിച്ച് നമ്മളിങ്ങനെ എന്താ പറയാ, ഓടി 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 നടക്കുന്ന സമയത്ത് ഈശ്വരന്റെ ഗുഹ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഇരിക്കുന്ന ആത്മാവിനെ നമ്മൾ തേടുകയാണെങ്കിൽ, ആ ആത്മാവിനെ തേടുന്ന ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കും, അറിവ് ലഭിക്കും. ആ വ്യക്തിക്ക് മരണസമയത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് മാത്രമേ നമുക്ക് ശാന്തി ലഭിക്കൂ. ആ ശാന്തിയാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. ഭഗവാന്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയ തീരുമാനമാണ്. അദ്ദേഹത്തിന് ഭയങ്കര കാൽക്കുലേഷൻസ് ഉണ്ട്, ഭയങ്കര കാൽക്കുലേഷൻസ് ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ബിജി പ്രഭു. അദ്ദേഹം കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു, മാതാജി എനിക്ക് ലീവ് കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് ലീവ് കിട്ടുന്നില്ല മാതാജി, നാട്ടിൽ വരാൻ എനിക്ക് വെറുത്തു മാതാജി, എനിക്ക് ലീവ് കിട്ടുന്നില്ല, എല്ലാം ഓക്കെ ആയിട്ട് അവസാന നിമിഷം അത് ക്യാൻസലായി പോവാണ് എൻ്റെ ലീവ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് മാതാജി. എൻ്റെ മക്കളെ കാണണം, എൻ്റെ മക്കളെ കാണാം. എനിക്ക് മക്കളെ വരെ ഫോട്ടോസ് എനിക്ക് വാട്സപ്പ് ചെയ്തു. എൻ്റെ മക്കളെ നോക്കും മാതാജി, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണാം, എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം മാതാജി, എൻ്റെ അച്ഛനും അമ്മയും വയ്യാതിരിക്കുന്നു മാതാജി, എനിക്ക് അവരെ കാണണം മാതാജി, 2 ദിവസത്തേക്കെങ്കിലും ലീവ് കിട്ടിയാൽ മതി. കിച്ചുവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ കാര്യം പ്രാർത്ഥിച്ചോ. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സമാധാനമായിട്ടിരിക്കും, അങ്ങേക്ക് 2-3 പ്രാവശ്യം ലീവ് ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കിച്ചുവിനെ വിളിച്ച് എന്നും പ്രാർത്ഥിക്കുന്നു മാതാജി, എന്താ ഇങ്ങനെ കിച്ചു, എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാൻ പറഞ്ഞു, പ്രാർത്ഥന കേൾക്കുന്നുണ്ട് കിച്ചു, കേൾക്കുന്നത് കൊണ്ടാണ് അങ്ങേക്ക് ക്യാൻസൽ ആയി പോകുന്നത്. അങ്ങ് ധൃതി പിടിക്കേണ്ട, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങ് ടെൻഷൻ അടിക്കേണ്ട, ഭഗവാൻ എന്തോ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പച്ച എടുത്തരാൻ പറ ദിവ്യയോട്, പച്ച മുൻപ് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ തീരുമാനത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല പ്രഭു എന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ ഒരു ദിവസം 22-ാം തീയതി എനിക്ക് മെസ്സേജ് ഇട്ടു, മാതാജി 22-ാം തീയതി ഞാനിതേ നാട്ടിലേക്ക് വരുന്നു മാതാജി, എനിക്ക് എൻ്റെ മക്കളെ കാണാം, ഭാര്യയെ കാണാം, അമ്മയെ കാണാം, അച്ഛനെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഹൃദയവേദനയിൽ പെടയുന്ന ആ ഒരു പ്രവാസി ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പാവം സന്തോഷത്തോടെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് 4-ാമത്തെ ദിവസം അച്ഛൻ മരിച്ചു. 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസം അച്ഛൻ മരിച്ചു. അപ്പോൾ ഒരു ദിവസം രാത്രി 1 മണിക്ക് എനിക്ക് മെസ്സേജ് ഇട്ടു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ടെറസിൽ കിടക്കുമായിരുന്നു ഞാനും ദിവ്യൊക്കെ കൂടെ. മാതാജി ക്ഷമിക്കണം ഞാൻ ഈ സമയത്ത് മെസ്സേജ് ഇടുന്നത്, എനിക്കറിയാം ആ സമയമാണെന്ന്. കുഴപ്പമില്ല പ്രഭു, കാരണം എന്തെങ്കിലും എമർജൻസി ഇല്ലാതെ അങ്ങനെ ആരും ഇടില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എൻ്റെ അച്ഛൻ പോയി. ഞാനൊരു നിമിഷം സ്റ്റക്കായി നിന്ന് പോയി. താഴേക്ക് ഓടി വന്ന് കിച്ചുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി, അങ്ങ് ചെയ്തത് വലിയ കാരുണ്യമാണെന്ന്. അങ്ങയുടെ ഇത്രയും വലിയ കാരുണ്യം നിറഞ്ഞ മനസ്സിന് മുമ്പിലാണ് ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നത്. ആ ഒരു മകന് അച്ഛൻ്റെ മരണസമയത്ത് അച്ഛനെ കൊണ്ടുപോകാൻ, അപ്പൊ പുതിയ വണ്ടി അദ്ദേഹം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ വന്നിട്ട്, ആ വണ്ടിയിൽ അച്ഛൻ്റെ അവസാന നിമിഷം ഹോസ്പിറ്റലിൽ ആ മകൻ എത്തിക്കാൻ സാധിച്ചു. അത് അച്ഛനോടുള്ള ഒരു ധർമ്മമാണ്. അവസാനമായി അച്ഛനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചു. മരണം അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പം ആ അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചു. ആ അച്ഛന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാധിച്ചു. അസ്ഥി ഒഴുക്കാൻ സാധിച്ചു. അച്ഛൻ്റെ വിരഹത്തിൽ അമ്മയുടെ മാനസികാവസ്ഥയിൽ ഒരു ശാന്തി പകരാൻ ആ മകന് നിൽക്കാൻ സാധിച്ചു. ഇതിനു വേണ്ടി ആയിരുന്നോ കിച്ചു അങ്ങ് അദ്ദേഹത്തിന്റെ ലീവ് പല മാസങ്ങൾ മാറ്റിവെച്ചതെന്ന് ഞാൻ കിച്ചുവിനോട് ചോദിച്ചു. അപ്പോ ഭഗവാന്റെ കാൽക്കുലേഷൻ ഭയങ്കരം കൃത്യമാണ്. അങ്ങനെ അദ്ദേഹം എല്ലാം കഴിഞ്ഞ് ഇന്നലെ തിരിച്ച് ദുബായിലേക്ക് പോവുകയും ചെയ്തു. അപ്പോ ഭഗവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ മുകളിൽ തരാനാണ് ഈശ്വരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടരുത്. തരുമ്പോ കൃത്യമായിട്ട് ഭഗവാൻ തരും. എന്നാ ബിജി പ്രഭു ആഗ്രഹിച്ച സമയത്ത് നാട്ടിൽ വന്നെങ്കിലോ അദ്ദേഹം പ്രവാസി ജീവിതത്തിൽ ഇരിക്കുമ്പോ ദുബായിൽ ഇരുന്ന് കേൾക്കേണ്ടി വന്നേനെ, അച്ഛൻ പോയി എന്ന്. അവസാന നിമിഷം പോയിട്ട് അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാൻ പോലും നാട്ടിൽ വരാൻ പറ്റില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് ഈ ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട ഒരു ദുഃഖമായി മാറിപ്പോയേനെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട്
ഒരിക്കലും നമ്മൾ ഭഗവാനോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് സമയത്തിന് നടന്നിട്ടില്ലെങ്കിൽ കാണിക്കാം നടന്നിട്ടില്ലെങ്കിൽ അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത്. ഈശ്വരൻ എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത്, കൃത്യമായ സമയത്ത് ഭഗവാൻ വാസുദേവൻ എത്തിയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ഒരിക്കലും നമ്മൾ വെറുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നേരം വൈകിപ്പോയെന്നോർത്തിട്ടോ നേരത്തെ ആയിപ്പോയെന്നോർത്തിട്ടോ നമ്മൾ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. ചെയ്യേണ്ടതും ലഭിക്കേണ്ടതുമായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹം നമുക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പോ പറയാണ്, മകന്റെ ഈ ഉപദേശം കേട്ടിട്ട് അച്ഛൻ സത്യപരായണനും ധർമ്മിഷ്ഠനായി അങ്ങ് ജീവിക്കുകയാണ്. മകൻ പറഞ്ഞത് കേട്ടപ്പോൾ അച്ഛനും കുറെ കൂടെ ധർമ്മം ആചരിക്കാൻ ശ്രമിച്ചു. അതുപോലെ യുധിഷ്ഠിര, നീയും ധർമ്മം ആചരിക്കും. നിന്നോടും ഞാൻ ധർമ്മം ആചരിക്കാനാണ് ആവശ്യപ്പെടുന്നതെന്ന് ആര് പറഞ്ഞു കൊടുക്കാണ്? ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആശാത്യാഗമാണ് സുഖത്തിനുള്ള ഉപായം. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. ആ സമയത്ത് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, തീർച്ചയായിട്ടും അനിൽകുമാരി മാതാജി. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, വളരെ ഉത്സാഹത്തോടു കൂടി പല 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 പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടും ആവശ്യത്തിലുള്ള പൈസ കിട്ടുന്നില്ല എങ്കിൽ, ധനം ലഭിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനം ലഭിക്കുക, സന്തോഷം ലഭിക്കുക? ഭീഷ്മ പിതാമഹൻ അതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. സുഖം നേടുവാൻ ഒരുവൻ ശ്രദ്ധിക്കേണ്ടത് 5 കാര്യങ്ങളാണ്. ജീവിതത്തിൽ സുഖം ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തി 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ആ 5 കാര്യങ്ങൾ? സുഖദുഃഖ നിന്ദാസ്തുതികളിലെല്ലാം തുല്യ മനസ്സായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സുഖം വന്നാലും ശരി, ദുഃഖം വന്നാലും ശരി, നിന്ദിക്കപ്പെട്ടാലും ശരി, നമ്മൾ ഉയർത്തിയാലും ശരി, നമ്മൾ ഒരേ മനസ്സോടെ ഇരിക്കണം. അല്ലാതെ സുഖം വരുമ്പം ഹാഹാ എന്നും പറഞ്ഞ് കരയാൻ സന്തോഷിക്കാനും, ദുഃഖം വരുമ്പോൾ ഓഹോ എന്നും പറഞ്ഞ് കരയാനും പാടില്ല. രണ്ടും നമ്മൾ ഒരുപോലെ നമ്മൾ കൊണ്ടുപോകണം. പകല് തീർന്ന് രാത്രിയായി എന്നും പറഞ്ഞ ആരെങ്കിലും കരയോ? അയ്യോ പകല് കഴിഞ്ഞേ എന്നും പറഞ്ഞ ആരെങ്കിലും കരയോ? ഇല്ല. അപ്പൊ ഈ രാത്രി തീരുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കോ? ഇല്ല. രാത്രിയും പകലും ഒക്കെ ഒരേപോലെയാണ്. അത് അതിൻ്റെതായ ദൈർഘ്യത്തോടു കൂടി വരും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ദുഃഖമായാലും ശരി, സുഖമായാലും ശരി, സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോവാം. അതേക്കുറിച്ച് വേവലാതിപ്പെടണ്ട. ദുഃഖം വരേണ്ട സമയത്ത് ദുഃഖവും വരും, സുഖം വരേണ്ട സമയത്ത് സുഖവും വരും. ചിലപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കും നമ്മളെ നിന്ദിക്കുന്നത്. ചിലപ്പോൾ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കും നമ്മൾ അഭിമാനത്തോടു കൂടി 2 വാക്ക് പറയുന്നത്. മനസ്സിലായി? എല്ലാത്തിലും തുല്യ മനസ്സോടുകൂടി നമ്മൾ ഇരിക്കണം. ഭൗതിക സുഖങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കാതിരിക്കുക. 2ാമത്തെ കാര്യം. ഈ ഭൗതിക സുഖങ്ങളിൽ ഒരുപാട് അങ്ങോട്ടേക്ക് ആഗ്രഹം വേണ്ട. അത് കിട്ടണം, ഇത് കിട്ടണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അധികം നമുക്ക് വേണ്ട. കിട്ടേണ്ടത് നമുക്ക് കൃത്യസമയത്ത് കിട്ടും. അത് ഭഗവാൻ തരും, തരാതിരിക്കില്ല. അതിനുവേണ്ടി ഒരുപാട് നമ്മളെ മൈൻഡിനെ ഇട്ടിട്ട് ഇങ്ങനെ വട്ട് പിടിപ്പിക്കണ്ട. എല്ലാവരും വീട് വെച്ചു, എനിക്കും വീട് വേണം. എല്ലാവരും കാർ വാങ്ങിച്ചു, എനിക്കും കാർ വേണം. എല്ലാവരുടെ വീട്ടിലും അതുണ്ട്, എനിക്കും ഇത് വേണം. ഇതിന്റെ പിന്നാലെ ഒന്നും ഓടിയിട്ട് ഒരു പ്രയോജനമില്ല. അവരുടെ മരുമകൾ നല്ലത്, എൻ്റെ മരുമകൾ കൊള്ളൂലാത്തത്. അവളുടെ ഭർത്താവ് നല്ലത്, എൻ്റെ ഭർത്താവ് നല്ലതല്ല. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. നമ്മൾക്ക് വിധിച്ചതേ ഈശ്വരൻ നമുക്ക് തരാം. അല്ലാത്തത് എന്തായാലും ഭഗവാൻ വേർപെടുത്തി കളയും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സത്യവാക്കായിരിക്കുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം, ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നങ്ങോട്ട് പറയാം. അത്രേ പറയാൻ പറ്റും. മനുഷ്യനാണ്, തെറ്റ് പറ്റാത്തവരാരുമില്ല. തെറ്റ് പറ്റും, തെറ്റ് പറ്റിയിരിക്കും, ഒരു സംശയവും. മനസ്സിലായില്ലേ? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് അങ്ങോട്ടേക്ക് ഒരേ മനസ്സിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. തെറ്റ് പറ്റാത്തവരായിട്ട് ഒരാളും ഈ ലോകത്ത്. എല്ലാവർക്കും തെറ്റുപറ്റും. എല്ലാവർക്കും തെറ്റുപറ്റുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 നമ്മളിവിടെ വരുന്നത്, ഈ ലോകത്തേക്ക് തന്നെ വരുന്നത്. അപ്പൊ തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരാളെയും താഴ്ത്തി കെട്ടാൻ പാടില്ല. ആരെയും നമ്മൾ അങ്ങോട്ടേക്ക് സംഭവ ബഹുലമാക്കി വെക്കാനും പോണ്ട. നമ്മുടെ ചിന്തകൾ കൊണ്ട് തെറ്റുപറ്റും, വാക്കുകൾ കൊണ്ട് തെറ്റുപറ്റും, പ്രവൃത്തി കൊണ്ട് തെറ്റുപറ്റും, എല്ലാ തരത്തിലും നമുക്ക് തെറ്റുപറ്റും. അതെല്ലാം മനസ്സിലാക്കി മറികടന്ന് സ്വസ്ഥമായി ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും 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 ആ തെറ്റുകളെ എല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് തിരുത്തി 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 മുന്നോട്ട് പോവാം.
സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. അതിന്റെ പേരിലൊന്നും നമ്മൾ ഒരാളെയും ഇകഴ്ത്തി സംസാരിക്കാനോ പുകഴ്ത്തി സംസാരിക്കാനോ നമ്മൾ പോകേണ്ട കാര്യമില്ല. അതൊന്ന്. എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിക്കുക. ഹലോ അച്ഛ, ക്ലാസ്സിലാണ് അച്ഛ. ശരി ശരി. എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിക്കുക. നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, പക്ഷെ എല്ലാ ബന്ധങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. ഒരുപോലെ ആയിരിക്കുന്ന ബന്ധങ്ങളോ കാലാകാലം നിലനിൽക്കില്ല. ഇപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ പോണ സമയത്ത് നമ്മൾക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഫ്രണ്ട് ഉണ്ടാവും. കാലാകാലം അവർ നമ്മുടെ കൂടെ ഉണ്ടായോ? ഇല്ല. കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തരും പെറ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് മാറും, നമ്മൾ ഇടപെടുന്ന ആളുകൾ മാറും, ഓരോരുത്തരും മാറും, ഓരോ വ്യക്തികളും മാറും. അത് ഓർത്തിട്ടൊന്നും നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയാ, ഇതന്നെ ആയിരിക്കും കാലാകാലം, ഇങ്ങനെ തന്നെ ആയിരിക്കും, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ലൈഫ് പാർട്ട്നേഴ്സേ മാറിക്കൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തില് ബന്ധങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ ഒരു മൂല്യവും ഇല്ലാത്ത അവസ്ഥയിലായിട്ടാണ് പോകുന്നത്. ഒരു മൂല്യവും ഒരു ബന്ധത്തിനും ഇല്ലാത്തൊരവസ്ഥയിൽ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരു ബന്ധങ്ങളുമല്ല നമുക്കൊന്നും തരുന്നത്. ഈശ്വരൻ മാത്രമാണ് നമുക്ക് എല്ലാം നൽകുന്നത്. ഈശ്വരനാണ് ഏറ്റവും വലിയ പരമമായ സത്യം. ഒരു എന്താ പറയാ, അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് നമ്മൾ വെക്കേണ്ടത് ഈശ്വരനോടാണ്. അതിനുശേഷമുള്ള ബന്ധങ്ങളെല്ലാം അങ്ങനെ നിന്നോട്ടെ. അതിനെയൊന്നും നമ്മൾ ബഹുമാനിക്കേണ്ട എന്നല്ല പറയുന്നത്. ആരെങ്കിലുമൊക്കെ നമ്മളെ വിട്ടിട്ട് പോയാൽ നമ്മൾ അതിലൊരുപാട് വെറി ചെയ്യരുത്. ഇന്ന് വിട്ടിട്ട് പോകുന്നവർ നാളെ നമ്മളെ തിരിച്ചു വിളിക്കേണ്ട ഒരു സാഹചര്യം ഈശ്വരൻ തന്നെ വെക്കും, നമ്മുടെ ഭാഗത്ത് ധർമ്മം ഉണ്ടെങ്കിൽ. വിട്ടിട്ട് പോകുന്ന വ്യക്തികൾക്ക് നമ്മളുടെ കൂടെ നിൽക്കാനുള്ള യോഗ്യതയില്ലാന്ന് നമ്മൾ മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ അതിന്റെ പിന്നാലെ കരഞ്ഞു കാല് പിടിച്ച് പോകുന്ന പ്രവണത ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നമ്മളെ വിട്ടിട്ട് പോകുന്നവരെ പിന്നാലെ നമ്മൾ ഒരിക്കലും കരഞ്ഞു കാല് പിടിച്ച് ചെല്ലരുത്. അത് എന്ത് വലിയ ബന്ധങ്ങളാണെങ്കിലും ശരി. നമ്മളുടെ മൂല്യം മനസ്സിലാക്കാഞ്ഞിട്ടാണ് അവർ പോകുന്നത്. മനസ്സിലായില്ലേ? വായിച്ചോളൂ പ്രഭു. ഭഗവാന്റെ കാര്യങ്ങൾ ഏത് സമയത്തും വായിക്കാം. നമ്മുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാണ്ടാണ് നമ്മളെ വിട്ടിട്ട് പല വ്യക്തികളും പോകുന്നത്. നമ്മുടെ മൂല്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. അപ്പൊ നമ്മൾ തുറന്ന ഹൃദയത്തോടെ അവരെ സ്വീകരിക്കുക. പക്ഷെ ചാണക്യൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചാണക്യ സൂത്രത്തിൽ. ഞാൻ നിങ്ങൾക്ക് ചാണക്യ സൂത്രം എടുത്തു തരാം. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ പറഞ്ഞത്? ഒരു വട്ടം ഒരുവനിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ വേദനയോ നേരിടുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കരുത്. ചാണക്യന്റെ വാക്കുകളാണ്. ഒരിക്കലും പിന്നീട് പൂർണ്ണമായി വിശ്വസിക്കരുത്. ഒരു കൈയകലം ദൂരെ നമ്മൾ നിർത്തണം. വളരെ അത്യാവശ്യമാണ്. തിരിച്ചു വന്നാൽ സ്വീകരിക്കാം, പക്ഷേ ഒരു കൈയകലം ദൂരെ നമ്മൾ നിർത്തണം. അത് ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമാണ്. നമ്മൾ എന്താ ചെയ്യാം? പോട്ടെ, പാവം, മാപ്പ് പറഞ്ഞല്ലോ, ക്ഷമിച്ചേക്കാം, കൂടെ അങ്ങ് ചേർക്കും. എന്നിട്ട് വീണ്ടും പണി മേടിക്കും. മനസ്സിലായില്ലേ? വീണ്ടും പണി വാങ്ങും. അപ്പൊ അങ്ങനെയുള്ള പണികൾ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങാതിരിക്കണം. അങ്ങനെയുള്ള പണികൾ നമ്മൾ നിശ്ചയമായിട്ടും വാങ്ങാതിരിക്കണം. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ദുഃഖവും ദുരിതവും മാത്രമേ നമുക്ക് തരൂ. അതുകൊണ്ട് വിട്ടിട്ട് പോണ ബന്ധങ്ങൾ എന്തായാലും വിട്ടിട്ട് പോയിക്കോട്ടെ. മനസ്സിലായില്ലേ? ഏത് ബന്ധങ്ങളാണെങ്കിലും വിട്ടിട്ട് പോയിക്കോട്ടെ. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ചിരിച്ചുകൊണ്ട് നിൽക്കുക. അവർ കരഞ്ഞുകൊണ്ട് നാളെ വരും. അപ്പൊ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. ഹൃദയത്തിലെ ഒരു പടി താഴെ നിർത്തുക. അതാണ് ബുദ്ധിയുള്ള വ്യക്തികൾ ചെയ്യുക. അതാരുമായിക്കോട്ടെ. ഓക്കെ. ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും അല്ലെ? ഇപ്പൊ ഒരു ഓടി കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ബെൻസ് വാങ്ങണം, 2 നില വീട് വെക്കണം, ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നമ്മൾ കുറക്കണം. എവിടെ ഇരുന്നേ? സൂപ്പറാ, நல்லா பண்ணிட்டாரா இவரு? நாளைக்கு 7:30 கண்டினியூஸா? ஓ, பிடிச்சிருக்கா இவருக்கு? அப்படியா? சரி கண்ணா. பாய் சொல்லு. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഷൂ അഴിച്ചിട്ട് പോകുമോ അതിനകത്തേക്ക്? ഭഗവാൻ ഇരിക്കല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ഈശ്വരനോട് അത്രയും അടുപ്പത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇടപെടണം. നമ്മൾ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ ഒഴിവാക്കണം ജീവിതത്തിൽ നിന്ന്. എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും നമ്മൾ
ഒഴിവാക്കണം. ഒരാഗ്രഹങ്ങൾ കൊണ്ടും നമ്മൾ മുന്നോട്ടേക്ക് എത്തില്ല. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഈശ്വരൻ വിചാരിക്കാതെ നമുക്കൊന്നും ലഭിക്കില്ല. മനസ്സിലായില്ലേ? എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ കിടന്നാലും ഈശ്വരൻ വിചാരിക്കണം ഇത് നമുക്ക് കിട്ടണമെന്ന്. എങ്കിൽ മാത്രമേ നമുക്കത് കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അതെന്റെ മോൻ. പിന്നെന്താ പറയുന്നത്? ഈ 5 കാര്യങ്ങൾ ആരാണോ ശ്രദ്ധിക്കുന്നത് അവർ എപ്പോഴും സുഖമായിരിക്കുന്ന പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ആരാണോ ശ്രദ്ധിക്കുന്നത് ആ ശ്രദ്ധിക്കുന്ന വ്യക്തി എപ്പോഴും സുഖമായിട്ടിരിക്കും. ഒരു കുറവും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. ഇതിന് ഉദാഹരണമായിട്ടൊരു മങ്കിയുടെ കഥ പറയുന്നുണ്ട്. ധനം ആഗ്രഹിക്കുന്നവനായ മങ്കി, അതായത് പൈസ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന മങ്കി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി, പക്ഷേ പരാജയപ്പെട്ടു. ഒടുവില് ബാക്കിയുണ്ടായ കുറച്ചു പൈസ കൊണ്ട് 2 കാളകളെ വാങ്ങിച്ചു. ആ 2 കാളയും നിലം ഉഴുതിങ്ങനെ നുകം വെച്ച് പോകുന്ന സമയത്ത് വളരെ വേഗത്തിൽ ആ കാളകൾ അങ്ങ് ഓടിപ്പോയി. ഓടിപ്പോകുന്ന സമയത്ത് വഴിയിൽ കിടക്കുന്ന ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ അടുത്ത് ചെന്നു. ഒട്ടകത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ഓടി വരുന്ന കാളകളെ കണ്ടപ്പം നല്ല ശക്തനായ ഒട്ടകം സടകുടഞ്ഞങ്ങ് എഴുന്നേറ്റു. അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നുകത്തിൽ കെട്ടിയ കാളകൾ എന്ത് ചെയ്ത് ഒട്ടകത്തിന്റെ കഴുത്തിൽ അങ്ങ് കുടുങ്ങി. നുകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വടി, ഇതുപോലത്തെ ഇതിൽ കെട്ടിയ കാളകള് ഒട്ടകത്തിന്റെ കഴുത്തിൽ അങ്ങ് കുടുങ്ങി. ഒട്ടകം എന്ത് ചെയ്ത് ഈ കാളകളെയും കൊണ്ട് ഓടാൻ തുടങ്ങി. ഒട്ടകം അത് കണ്ടുകൊണ്ടിരുന്ന മങ്കി ഭയങ്കര കരച്ചില്. മങ്കിയുടെ കാളകൾ രണ്ടും നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തിട്ട്. വിധിക്കാത്ത മുതൽ എത്ര പരിശ്രമിച്ചാലും, നമ്മൾക്ക് വിധിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ള മുതൽ, ഒരു സമ്പത്ത്, അതെത്ര പരിശ്രമിച്ചാലും ശരി നമ്മുടെ കയ്യിൽ നിൽക്കൂല, അത് പോവും. മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങളുടെ ഫലം അനുസരിച്ചാണ് ഈ ജന്മത്തിൽ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ ദൗർഭാഗ്യമില്ലായ്മ കൊണ്ടാണ് ഈ കാളകള് അപകടത്തിൽപ്പെട്ടത് എന്ന് ആർക്ക് മനസ്സിലായി? മങ്കിക്ക് മനസ്സിലായി. ഓടുന്ന ഒട്ടകത്തിന്റെ കഴുത്തില് മണികൾ തൂക്കിയിട്ട പോലെയാണ് ഈ കാളകൾ കിടന്നത്. ഇനിയിപ്പോ ഈ കാളകളെ ഈ കാളയുടെ ഓണർക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വിധി തന്നെ വലുത്. എന്താണോ വിധി, ആ വിധിയാണ് വലുത്. അപ്പോ സുഖം ആഗ്രഹിക്കുന്നവര് എന്താ ചെയ്യേണ്ടത്? ക്ഷമയോടെ ഇരിക്കുക. നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാം. ലഭിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ? എല്ലാ ബന്ധങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കുക. നമുക്ക് എത്ര ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുക. അതായത് അവരെ വിളിക്കേണ്ട, കാണണ്ട, മിണ്ടണ്ട, സംസാരിക്കേണ്ട എന്നല്ല. ഹൃദയത്തിൽ നിന്ന് ഒരു പടി താഴേക്ക് ഇറക്കി വെക്കുക. ഒരു ബന്ധത്തെയും ഇവിടെ കയറ്റിയിരുത്താതിരിക്കുക. ഇവിടെ ഏതൊക്കെ ബന്ധങ്ങളെ കയറ്റിയിരുത്തിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പണിയാവും. എല്ലാ ബന്ധങ്ങളെയും ഇങ്ങനെ ഇരുത്തുന്നതിനും പകരം ഇങ്ങനെ ഇരുത്താം. അപ്പൊ ഏത് ബന്ധം നമ്മളെ വിട്ടിട്ട് പോയാലും നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല. എല്ലാ ബന്ധങ്ങളും, ഈവൻ നമ്മുടെ മക്കളെ ആലോചിക്കും, നമ്മൾ അവരോട് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, കടമകളുണ്ട്, അത് മാത്രം ചെയ്യും. അതർവൈസ് ഒരു ബന്ധത്തെയും തലയിൽ കയറ്റി വെക്കേണ്ട. എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് ദുഃഖം മാത്രമേ ലഭിക്കൂ. അവ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സുഖമായി ഉറങ്ങാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അയ്യോ അവരെന്നെ വിട്ടിട്ട് പോയി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, എനിക്ക് ഉറക്കം വരുന്നില്ലേ, എനിക്ക് മിണ്ടണം, എനിക്ക് കാണണം എന്നും പറഞ്ഞ് ഒരു പുഴുത്ത പട്ടിയെ പോലെ നമ്മൾ അവരെ പിന്നാലെ അലയേണ്ടി വരും. ആ അലച്ചിൽ അവരെ നമ്മളെ എങ്ങനെ തേച്ചൊട്ടിച്ചു കളയും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോകേണ്ട ബന്ധങ്ങൾ പോകും. അവർക്ക് നമ്മുടെ വാല്യൂ അറിയില്ല. ഇന്നു മുതൽ തുടങ്ങി നമ്മുടെ വാല്യൂ അറിയില്ല, നമ്മളെ വിട്ടിട്ട് പോയി, പോട്ടെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മളുടെ വാല്യൂ, നമ്മളുടെ ഹൃദയം, നമ്മൾ അവർക്ക് കൊടുത്ത സ്ഥാനം, ഇത് മനസ്സിലാക്കാത്തവര് നമ്മളെ വിട്ടിട്ട് പോകും. എന്തിനാ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണേ? അതിന്റെ ആവശ്യം എന്താ? ഞാൻ എന്ത് ബന്ധങ്ങളായാലും ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ നമ്മളെ വിട്ടിട്ട് പോയി, എന്തിനാ കരയണേ? എന്തിനാ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നേ? പോട്ടെ.
സൗകര്യമുണ്ടെങ്കിൽ തിരിച്ചു വെത്തും, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ അങ്ങ് ചിന്തിച്ചേക്കണം. അതാരായാലും ശരി. മനസ്സിലാവുന്നുണ്ട്? ഇങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒരു മനുഷ്യന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല, നല്ലൊരു വസ്ത്രം ഇടാൻ പറ്റുന്നില്ല, സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, പിന്നെ ആ മനുഷ്യൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? മനസ്സിലൊരു വേദന വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിയില്ല, നല്ലൊരു വസ്ത്രമിട്ട് സന്തോഷമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിൻ്റെയും ആധാരം മനസ്സാണ്. ആ മനസ്സിനെ പീസ്ഫുൾ ആക്കി വെക്കുക, സമാധാനമായിട്ട് വെക്കുക. ഒന്നൊരു പോട്ടെന്നേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എന്തേലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ജീവിതം, അത് നമ്മുടെ തോന്നലാണ്. അയ്യോ അവരില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും, ഇവരില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും. ഞാനും മുമ്പേ അങ്ങനെ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. ആരും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും, അല്ല? ആരുമില്ലെങ്കിലും നമ്മൾ ജീവിക്കും. നമുക്ക് മരിക്കാനൊന്നും പറ്റില്ല. വാക്കേറിയ ദൈവം അന്നത്തിനുള്ള വഴി കാണിച്ചു തരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതിരിക്കാൻ, അതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം. കാമത്തിന് ഒരിക്കലും അതിർത്തിയില്ല. കാമം എന്ന് പറയുന്ന വികാരത്തിന് ഒരിക്കലും ഒരു എൻഡില്ല, അവസാനമില്ല. ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഇന്നൊരാഗ്രഹം വന്നാൽ നാളെ 2 എണ്ണം വരും, നാളെ 2 എണ്ണം വന്നാൽ പിന്നെ 4 എണ്ണം വരും, പിന്നെ 4 എണ്ണം വന്നാൽ പിന്നെ 8 എണ്ണം വരും, 8 വന്നാൽ പിന്നെ 10 ആവും, 10 12 ആവും. ഇങ്ങനെ 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 പോവും ആഗ്രഹങ്ങൾ. അപ്പൊ ആഗ്രഹങ്ങൾക്ക് നമ്മളെ തൃപ്തിപ്പെടുത്താനും പറ്റില്ല, നമ്മുടെ കാമത്തിനൊരു അവസാനവും ഉണ്ടാവില്ല. അവ അറ്റം കാണാതെ വളർന്നുകൊണ്ടേയിരിക്കും. കാമവും ആഗ്രഹവും അങ്ങനെയാണ്, അവസാനമില്ലാതെ ഇങ്ങനെ വളരും. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും കാമത്തിന് അടിമപ്പെടില്ല എന്ന് മനസ്സിലങ്ങ് ഉറപ്പിക്കാം. മനസ്സിലായി? കാമം ഉണ്ടാകുന്നത് സങ്കല്പത്തിൽ നിന്നാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. കഴിയണം സതിമാതാജി, അതിന് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. നമ്മൾ സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉണ്ടാകുന്നത്. അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ചാപ്റ്ററിലേക്ക് പോകുന്നില്ല. പിന്നെ മനുസ്മൃതിയോ മറ്റെന്തെങ്കിലും അധ്യായം എടുക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ സെഷനിൽ ആ ഒരു ടോപ്പിക് കൂടുതൽ ഡീപ്പായിട്ട് പോണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പത്തിൽ നിന്ന് മുക്തി നേടണം. സ്വസ്ഥമായി കിടന്നുറങ്ങുക, ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കുക, സ്വസ്ഥമായി കാര്യങ്ങൾ ചെയ്യാം. ആരുണ്ട് ആരില്ല നമ്മുടെ ചോദ്യമല്ല. നമ്മളുണ്ട്, ഈശ്വരനുണ്ട്. നമ്മളെ മനസ്സിലാക്കിയവർ ഒപ്പം നിൽക്കും, മനസ്സിലാക്കാത്തവർ പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഓക്കെ? കാമാ ജനാമീധേ മൂലം സങ്കല്പാത് ഗലു ജായസേ നാഹം സങ്കല്പയിഷ്യാമി സമൂലോന ഭവിഷ്യസി എന്ന് വെച്ചാൽ, അല്ലയോ കാമ, നിന്റെ ഉദ്ഭവസ്ഥാനം ഏതാണെന്ന് എനിക്കറിയാം. നീ എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സങ്കല്പത്തിൽ നിന്നാണല്ലേ നീ ജനിക്കുന്നത്. ഞാൻ ഇനി സങ്കല്പിക്കുകയേയില്ല. അതുകൊണ്ട് നീയും നിന്റെ മൂലവും ഇല്ലാതായിത്തീരും. കാമം ഉണ്ടാവുന്ന എവിടെ നിന്നാണ്? മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സങ്കല്പത്തിൽ നിന്ന്. ഞാൻ ഇനി സങ്കല്പിക്കുന്നില്ല. അപ്പൊ നീ എന്ന് പറയുന്ന വികാരം എന്ത് ചെയ്യുന്നു ഞാൻ നോക്കട്ടെ. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ധനേച്ഛ ഒരിക്കലും സുഖം നൽകില്ല. ധനം ഉണ്ടാക്കണം, ധനം ഉണ്ടാക്കണം, ധനം ഉണ്ടാക്കണം എന്ന് കരുതി ഓടിക്കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടാക്കുന്ന ധനം നമുക്കൊരിക്കലും സമാധാനം തരില്ല. ധനം നേടിയാൽ പിന്നെ നമ്മുടെ ചിന്ത വർദ്ധിക്കും. 1000-ന്റെ സ്ഥാനത്ത് ഒരു 5000 കിട്ടിയ ഇത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഒരു 10,000 കൂടി കിട്ടും, ഇത് അങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? പിന്നെന്താ പറയുന്നത്? ധനത്തെ സംബന്ധിച്ച് അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനസ്സിന് ദുഃഖം ഉണ്ടാവും. ധനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മനുഷ്യന്റെ മനസ്സിന് ദുഃഖം ഉണ്ടാവും. കാരണം എന്താ? നമുക്കൊരിക്കലും ധനം പൂർണ്ണമായ അളവിൽ നമ്മുടെ കയ്യിൽ കിട്ടില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ച് തരുന്ന അത്രയ്ക്ക് ഒരു ധനം നമ്മുടെ കയ്യിൽ വരില്ല. ആവശ്യങ്ങൾ പിന്നെയും ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും ധനം എന്ന് പറയുന്ന വസ്തുവിനെ കൊണ്ട് ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. ദുഃഖത്തെ ഉണ്ടാക്കി തരും മനസ്സിന്. ഭഗവാനെ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. എന്താ മോനെ? അയച്ചിട്ടുണ്ടോ?
അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ദുഃഖത്തിലേക്കും സുഖത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്, തള്ളിവിടരുത്. നമ്മൾ നമ്മളെ തന്നെ സെൽഫ് കൺട്രോൾ ആക്കി വെക്കണം. ഓക്കെ? അതുകൊണ്ട് നിർവേദമാണ്, വൈരാഗ്യമാണ് സുഖോപായമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. വൈരാഗ്യം, എല്ലാത്തിൽ നിന്നൊരു വിരക്തി, ശാന്തി, സമാധാനം, സ്വയം മനസമാധാനം കണ്ടെത്തുക. രാവിലെ ആവുന്നു, എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ജപിക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, സത്സംഗം കേൾക്കുന്നു, ജോലിക്ക് പോകേണ്ടവർ പോകുന്നു, തിരിച്ചു വരുന്നു, കിട്ടുന്ന ശമ്പളം സൂക്ഷിച്ചു വെക്കുന്നു, ധാർമ്മികപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, രാത്രിയാവുന്നു, അവനവന്റെ ജോലി തീർക്കുന്നു, കിടന്നുറങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ അടുത്ത് നമ്മൾ ക്ഷമയോടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞിട്ട് മദ്യപിച്ച് വരുന്ന ഭർത്താവാണെങ്കിൽ, ഓ നിങ്ങൾ മദ്യപിച്ചോളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ മദ്യമൊന്നും നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ കഴിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യും. അല്ലാതെ കഴിച്ചു വരുന്ന 4 കാലിൽ ആടി വരുന്ന ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും കയറി തെറി വിളിച്ച് അവരോട് അടിയും മേടിച്ച് തല്ലും മേടിച്ച് ഒരു വയലൻസ് ആയ ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത്, ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. ക്ലിയർ? ഒന്നിലും എനിക്ക് ആഗ്രഹമുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ബ്രഹ്മലോകത്തിൽ രാജാവിനെ പോലെ സുഖിക്കും. ഇങ്ങനെ കാളകൾ നഷ്ടപ്പെട്ട മങ്കി എല്ലാ എന്താ പറയുക, ആഗ്രഹങ്ങളെയും ഒഴിവാക്കി കാമങ്ങളെയും ത്യജിച്ച് അമൃതത്വത്തെ നേടി എന്നാ പറയുന്നത്. അമൃതമായിരിക്കുന്ന തത്വം നേടി എന്നാ പറയുന്നത്. മനസ്സിലായി? 9:42 എനിക്കും ഗുളിക കഴിക്കാനുണ്ട്. 2 ദിവസം കൂടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ബാക്കി നാളെ എടുക്കാം. ഓക്കെ? ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ് പ്രഹ്ലാദ ആജഗര സംവാദം. ഇഷ്ടപ്പെട്ടോ? കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചോ? ബോറടിച്ചോ? നിങ്ങളുടെ വാല്യുബിൾ റിപ്ലൈ. ദിവ്യ, ദോശ ഉണ്ടാക്കും? കുട്ടി ദോശ. ചട്നി ഞാൻ അരച്ചോളാം. മോൻ ഏത് ക്ലാസ്സിലാണ്? മോൻ +2 കഴിഞ്ഞു. താങ്ക് യു ലാലി മാതാജി. മോട്ടിവേഷൻ ക്ലാസ് മഹാഭാരതത്തിലുള്ളതാണ്, അതിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. രാവിലെ ക്ലാസ് ഉണ്ട്. ഞാനിപ്പോൾ പോയി ചട്നി അരച്ച് ദോശ കഴിച്ച് ടാബ്ലറ്റ് കഴിച്ച് കിടന്നുറങ്ങും. രാവിലെ ക്ലാസ് ഉണ്ട്. ഇപ്പം എനിക്ക് രാവിലെ പൂജയൊന്നുമില്ല, രാവിലെ ക്ലാസ് ഉണ്ട്. 7:30 അല്ലെങ്കിൽ 8:30. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ എഴുന്നേക്കുന്നത് പോലെ, എഴുന്നേക്കാൻ നേരത്തെ എഴുന്നേക്കും, പക്ഷെ എനിക്ക് എൻ്റെ തലയൊന്നും ഒരു സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കില്ല, ഓരോ കിറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ. അപ്പം അതുകൊണ്ട് ഇന്നൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റു, പക്ഷെ എന്നാലും ആ ടാബ്ലറ്റിൻ്റെ സഡേഷൻ കൊണ്ടൊരു ചെറിയൊരു അസ്വസ്ഥത, അതുകൊണ്ട് എടുക്കാതെ വിട്ടു. നല്ല ക്ലാസ്സാണ്. ഒരുപാട് പുതിയ ആൾക്കാർ കയറുന്നു അല്ലേ നമ്മുടെ ക്ലാസ്സിൽ? സന്തോഷം. തീറ്റയാണ് പ്രശ്നം. ആര് തിന്നും? തിന്നാണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും അല്ലേ? ഒരു 7:30 അല്ലെങ്കിൽ 8:30. ആൻറ്റി പോണോടാ ചക്കരേ, ആൻറ്റിക്ക് വീട്ടിൽ ജോലിയില്ലേ? ത്രോട്ട് ഇൻഫെക്ഷൻ്റെ മരുന്നുണ്ട്, ബാക്ക് പെയിൻ്റെ മരുന്നുണ്ട്, രണ്ടിൻ്റെ ഉണ്ട്. അതന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം വീട്ടിൽ. തീർച്ചയായിട്ടും അച്ഛാ, വീട്ടിലെ രാവിലത്തെ പണി അതൊരു ഭയങ്കര പണിയാണ്. രാവിലെ ചോറ്, കറി, തോരൻ, അച്ചാർ, അത് ഇത് അങ്ങനെ കുറെ ഓരോരോ കാര്യങ്ങൾ. അയ്യോ, മര്യാദയ്ക്ക് ഇവിടെ ഒരു സൽവാർ ഇടാൻ തന്നെ സമയം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിനി സാരിയും കൂടെ വലിച്ചെടുത്ത് കയറ്റി കൊടുക്കാന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. ഒരു രക്ഷയില്ലാത്ത പണിയാത്. എന്നാ വെച്ചു? അപ്പോൾ
തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നാളെ രാവിലെ കാണാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. നാളെ രാവിലെ 7:30. ഓക്കെ, മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 9342494941 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നമ്മുടെ പേജിൻ്റെ ഫസ്റ്റിൽ തന്നെ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും വാട്സപ്പ് മെസ്സേജ് ഓൺലി. ഓക്കെ, ഹരേ കൃഷ്ണ.